അങ്ങിൽ അളവുകളില്ലാതെ ഞാൻ ലയിച്ചുപോയി. അതിരുകളില്ലാതെ ഞാൻ സ്നേഹിച്ചുപോയി. അങ്ങിൽ അളവുകളില്ലാതെ ഞാൻ ലയിച്ചുപോയി. കണ്ണില്ല കാതില്ല പ്രേമത്തിനെ പോലെ, അതിരില്ല അളവില്ല സ്നേഹിച്ചു അങ്ങേ ഞാൻ. കണ്ണില്ല കാതില്ല പ്രേമത്തിനെ പോലെ, അതിരില്ല അളവില്ല സ്നേഹിച്ചു അങ്ങേ ഞാൻ. അതിരുകളില്ലാതെ ഞാൻ സ്നേഹിച്ചു പോയി. അങ്ങിൽ അളവുകളില്ലാതെ ഞാൻ ലയിച്ചു പോയി. സ്വർഗീയ പിതാവേ, പ്രഭാതത്തിനായി നന്ദി. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുകയും അങ്ങയുടെ ഓമനപുത്രനായ ക്രിസ്തുവിന്റെ ഉള്ളിൽ ഞങ്ങളെ സൂക്ഷിച്ച് അങ്ങയുടെ ശരീരമായി അങ്ങ് ഞങ്ങളെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളൊക്കെ തുറന്നു കൊടുത്താട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം കർത്താവെ ഞങ്ങൾ കേൾക്കട്ടെ, അനുഭവിക്കട്ടെ. കൂടുതൽ അങ്ങുമായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നായി തീരട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഈ വിശുദ്ധ പകൽക്കാലം ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങൾ അടുക്കൽ നിൽക്കുവാൻ, സ്വർഗത്തെ ഭൂമിയുമായി ഒന്നാക്കി തീർക്കുവാനുള്ള ക്രിസ്തുവിലുള്ള ശുശ്രൂഷയിൽ നിലകൊള്ളുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീക പോരാട്ടത്തിലാണ്. നമ്മളുടെ ശത്രു മനുഷ്യരല്ല, നമ്മുടെ ശത്രു പിശാചോന്റെ കിങ്ഡവുമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇന്ന് ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം, പിശാചിന്റെ തന്ത്രത്താൽ തോറ്റുപോകാതെ ഓരോരുത്തരും ഫലമുള്ളവരായി തീരും. പിശാചിന്റെ തന്ത്രത്തിൽ തോറ്റുപോകാതെ ഓരോരുത്തരും ഫലമുള്ളവരായി തീരും. കാരണം ഇന്ന് ഇപ്പോൾ ദൈവം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനവകുലത്തിന് അറിയത്തില്ല. ഏതാ കർത്താവ് ഇത് അറിയിച്ചെങ്കിലും ഇത് മനസ്സിലാക്കുവാൻ പലർക്കും നല്ലൊരു അങ്ങനെ കഴിഞ്ഞില്ല. ഇവിടെ സംഭവിക്കുന്നത്, ദൈവം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എർത്ത് മാനേജ്മെന്റ് ചേഞ്ച് ആണ്. ഭൂമിയുടെ മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യുകയാണ്. ആ ടീമിനെ തന്നെ ദൈവം അങ്ങ് മാറ്റുകയാണ്. ഇത് എന്റെ ജീവിതത്തിൽ എന്നെ ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ ദൈവം എന്നെ പല തീയുടെ അവസ്ഥയിലൂടെയും കയറ്റി. എർത്ത് മാനേജ്മെന്റ് ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഭൂമിയുടെ മുകളിലുള്ള അല്ലെങ്കിൽ ഭൂമി മേലുള്ള പഴയ മാനേജ്മെന്റ് ടീമിനെ ദൈവം മാറ്റി അങ്ങോട്ടേക്ക് ദൈവം പുതിയ മാനേജ്മെന്റ് ടീമിനെ കൊണ്ടുവരികയാണ്. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം ചെയ്യുന്ന പദ്ധതി ഇതാണ്. അപ്പോ പഴയ മാനേജ്മെന്റ് ടീം ഏതാന്ന് ചോദിച്ചാൽ, പഴയ മാനേജ്മെന്റ് ടീമാണ് പിശാചും കൂട്ടരും. ദൂതന്മാര് ആയിരുന്നു. പുതിയ മാനേജ്മെന്റ് ഏതാന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളുമാണ്, മനുഷ്യരായ നമ്മളാണ് പുതിയ മാനേജ്മെന്റ് ടീം. യഥാർത്ഥത്തിൽ ഇതൊന്നും പറഞ്ഞാൽ ഒരു പ്രാകൃത മനുഷ്യന് മനസ്സിലാകത്തില്ല. പക്ഷെ നിങ്ങളിൽ ആത്മീകർ ആരെങ്കിലും ഉണ്ടോ അവർക്കത് മനസ്സിലാകും. പുതിയ മാനേജ്മെന്റ് പഴയതിനെ മാറ്റി പുതിയ മാനേജ്മെന്റ് ടീമിനെ കൊണ്ടുവരികയാണ്. ഇത് കേൾക്കുന്നത് തന്നെ പിശാചിന് പേടിയാണ്.
എന്നെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ദൈവം നമ്മളോട് പറഞ്ഞൊരു ഉപമ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്നു കൊടുത്തു. ഇത് മനസ്സിലാക്കാൻ ഞാൻ വ്യക്തമായി അറിയുന്ന ഒരു സഹോദരൻ, സുവിശേഷം അറിയിച്ച് നടക്കുന്ന ഒരു സഹോദരൻ. ആ സഹോദരന് ദൈവം ഒരു ബിസിനസ് കൊടുത്തു. സുവിശേഷം അറിയിച്ച് നടന്ന് വന്നപ്പോ തന്റെ ബിസിനസിനെ പ്രോപ്പറായിട്ട് നോക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ആ സ്ഥാപനത്തിലെ തൊഴിലാളികൾ ആ ബിസിനസ് ഓൾമോസ്റ്റ് കൈവശമാക്കിയതുപോലെ അവസാനം ആ യജമാനൻ തിരികെ വന്നപ്പോ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നെ അംഗീകരിക്കാത്ത, തന്നെ അനുസരിക്കാത്ത, തന്റെ കൂടെ നിൽക്കാത്ത ഒരു കൂട്ടം തൊഴിലാളികളെയാണ്. തുടർന്ന് ആ യജമാനൻ എന്ത് ചെയ്തു? ഇവരുടെ മേലൊരു മാനേജറെ ആക്കി. ഈ മാനേജർ അവരെ നോക്കുവാൻ. പക്ഷെ മാനേജർ കുറച്ചു ദിവസത്തിനുള്ളിൽ പറഞ്ഞു, ഞാനില്ല ഇവരെ നോക്കാൻ, ഇവരൊന്നും എന്നെ അനുസരിക്കുന്നില്ല. അങ്ങനെ മാനേജറെയും പുറത്തു പോകേണ്ടി. ഇങ്ങനെ ഇരിക്കെ ആ യജമാനൻ, ആ ദൈവദാസനായ യജമാനൻ ദൈവത്തോട് പലവട്ടം പറഞ്ഞു, ഈ പദ്ധതി ഒന്ന് ഉപേക്ഷിക്കട്ടെ, ഈ പദ്ധതി ഒന്ന് ഉപേക്ഷിക്കട്ടെ, ഈ പദ്ധതി ഒന്ന് ഉപേക്ഷിക്കട്ടെ. ദൈവം തിരിച്ചും പലവട്ടം പറഞ്ഞു, ഉപേക്ഷിക്കണ്ട, ഉപേക്ഷിക്കണ്ട, ഉപേക്ഷിക്കണ്ട. പിന്നെ എന്താണ് ഇത് ഉപേക്ഷിക്കണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണ്? തുടർന്ന് ആ ദൈവഭക്തനായ യജമാനന് കാര്യം മനസ്സിലായി. ദൈവം ഈ സംഭവത്തിലൂടെ തന്റെ കഥയാണ്, മാനവരാശിയുടെ കഥയാണ്, ദൂതന്മാർ അനുസരണക്കേട് കാണിച്ചതിന്റെ കഥയാണ് ദൈവം ഈ ദൈവഭക്തനായ യജമാനിലൂടെ മനസ്സിലാക്കി കൊടുത്തത്. ഇന്ന് ലോകത്തിൽ നടക്കുന്നത് എന്താണ്? ദൈവം ആ പഴയ മാനേജ്മെന്റ് ടീം, ആ പഴയ വർക്ക് ടീം അവിടെ തന്നെ നിൽക്കുമ്പോ ഈ യജമാനോട് പറഞ്ഞൊരു കാര്യം, ഈ ദൈവദാസനോട് അല്ലെങ്കിൽ ഈ ദൈവഭക്തനോട് പറഞ്ഞൊരു കാര്യം, അവരവിടെ തന്നെ നിൽക്കുകയാണ്. ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നീ വേറൊരു മാനേജ്മെന്റ് ടീമിനെ ഒരുക്കുക. നിന്റെ നേതൃത്വത്തിൽ പുതിയൊരു മാനേജ്മെന്റ് ടീമിനെ ഒരുക്കുക. അവരവിടെ പഴയവരങ്ങനെ പണിതോട്ടെ, അനുസരണക്കേട് അവർ പണി നടക്കട്ടെ. പുതിയൊരു മാനേജ്മെന്റ് ടീമിനെ നീ ഒരുക്കുക. അനുസരണമുള്ള, ഫലം കൊടുക്കുന്ന, അധികാരത്തിന് കീഴ്പ്പെടുന്ന പുതിയൊരു മാനേജ്മെന്റ് ടീമിനെ നീ ഒരുക്കുക. പുതിയൊരു മാനേജ്മെന്റ് ടീമിനെ നീ ഒരുക്കിയിട്ട് അവര് റെഡിയാകുമ്പോൾ, അവരുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, പുതിയൊരു മാനേജ്മെന്റ് ടീമിന്റെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്തു ഇതാ പഴയ മാനേജ്മെന്റ് ടീമിനെ പുറത്താക്കുക. ദൈവം ആ ദൈവഭക്തനായ യജമാനൊരു സന്ദേശം കൊടുത്തു, മോനെ, ഇത് തന്നെയാണ് എന്റെയും സംഭവം, എന്റെയും കഥ, നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന എന്റെയും കഥ. ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കാനാ പലവട്ടം ഉപേക്ഷിക്കട്ടെ ഉപേക്ഷിക്കട്ടെ എന്ന് ചോദിച്ചിട്ടും ഉപേക്ഷിക്കണ്ട, ഇതിൽ നിലകൊള്ളുക. ഇത് എന്റെ കഥയാണ്, എന്റെ ഭൂമിയുടെ കഥ. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥ, അത് നിന്റെ ജീവിതത്തിലൂടെ നീ അനുഭവിക്കുന്ന കഥ. പഴയ നിയമത്തിലെ ഒരു പ്രവാചകനോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, ഒരു അതിശയ കാര്യം, നീ പോയി ഒരു വേശ്യയെ കല്യാണം കഴിക്കും.
വേശിയെ കല്യാണം കഴിക്കാം. അനുസരിച്ചാ മതി, നീ പോയി കല്യാണം കഴിക്കേ. ഇവിടെ കല്യാണം കഴിച്ചു. ദൈവം പറഞ്ഞു കൊടുത്തു, ഇതാണ് എന്റെ കഥ. ഇസ്രായേൽ അവിടെ ഉപമിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഭാര്യയാണ്. അവൾ എന്നോട് വ്യഭിചാരം ചെയ്തു, എന്നോട് അവിശ്വസ്തത കാണിച്ചു. അവൾ അനേക ദൈവങ്ങളുടെ പുറകെ ഓടുകയാണ്. ആത്മീക വ്യഭിചാരം. എന്നിട്ടും ഞാൻ അവളെ തിരികെ വരുവാൻ തക്കവണ്ണം അവളെ പരിപാലിക്കുന്നു. നിന്റെ ജീവിതത്തിലെ ഈ സംഭവത്തിലൂടെ ഞാൻ എന്റെ കഥയാണ് നിന്നെ അറിയിക്കുന്നത്. നിന്നെ അറിയിക്കുന്നതിന്റെ കാരണം നീ അത് മാനവരാശി അറിയിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പഴയ മാനേജ്മെന്റ് ടീം, നമ്മുടെ വിഷയത്തിലേക്ക് വരാം, ദൈവിക വിഷയത്തിലേക്ക് വരാം. പഴയ മാനേജ്മെന്റ് ടീം അത് ലൂസിഫറും കൂട്ടരുമാണ്, പിശാചും കൂട്ടരുമാണ്. സർവ്വലോകവും ഇന്നും പിശാചിന്റെ അധികാരത്തിൽ കിടക്കുന്നു. സർവ്വലോകവും ഇന്നും പിശാചിന്റെ അധികാരത്തിൽ കിടക്കുന്നു. അവരെ ഇപ്പോഴും വിളിക്കുന്ന മഹിമകളാണെന്നാണ്. മഹിമകൾ, വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാര ലോകത്തിന്റെ ആധിപത്യ ശക്തികളും ദൈവത്തിന് വചനം വിളിക്കുന്നത്. ഇവൻ ദൈവത്തിന്റെ പ്രധാന ദൂതനായ മൈക്കിൾ, മിഖായൽ പോലും അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കുമ്പോൾ ഈ ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാരായ ജനങ്ങൾ, കേട്ടിട്ടില്ലേ യൂദയുടെ ലേഖനത്തിൽ, പത്രോസ് ലേഖനത്തിൽ എഴുതിയിരിക്കണേ, തങ്ങൾക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. They are the rulers of this world. They are the old rulers of this world. ഇന്നും അവരാണ് വാഴുന്നത്. അനുസരണം കേട്ട അവരാണ് ഇന്നും ലോകത്തെ വാഴുന്നത്. അനുസരണം കേട്ടതാണെങ്കിലും ദൈവം അതിന് സമ്മതിച്ചു നിൽക്കുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒന്നുണ്ട്, നിന്നെ ഒന്നും ഞാൻ വെച്ചേക്കത്തില്ല. എന്റെ പുതിയ മാനേജ്മെന്റ് ടീം ഒരുങ്ങി വരുന്നുണ്ട്. എന്റെ പുതിയ മാനേജ്മെന്റ് ടീം മനുഷ്യരിൽ നിന്ന് ഞാൻ ദൈവപുത്രന്മാരെന്ന പുതിയ മാനേജ്മെന്റ് ടീമിനെ ഒരുക്കുന്നുണ്ട്. ആ ഒരുക്കുന്നത് വരെ ഉള്ളൂ നിന്റെയൊക്കെ വാഴ്ച. മനുഷ്യരിൽ നിന്ന് പുതിയ മാനേജ്മെന്റ് ടീം സർവ്വലോകവും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പുതിയ മാനേജ്മെന്റ് ടീമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഭൂമിയുടെ മാനേജ്മെന്റ് ടീമിനെ ദൈവം മാറ്റാൻ പോകുന്നു. പഴയ കുടിയാനെ മാറ്റി പുതിയ കുടിയാനെ ദൈവം കൊണ്ടുവരികയാണ്. മോനെ മോളെ, ദൈവത്തിന്റെ ഈ സത്യ സന്ദേശം നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്ന, പിശാചിന്റെ തന്ത്രത്തിൽ നീ കുടുങ്ങി പോകാതെ, അതിൽ വീണു പോകാതെ ഈ നാളുകളിൽ ഫലമുള്ളവനാകുക. കാരണം ഫലമുള്ളവനെ മാത്രമേ ദൈവം ഏറ്റെടുക്കൂ. ഫലമുള്ളവനെ മാത്രമേ നീ ഏറ്റെടുക്കൂ. ആത്മാവിന്റെ ആഴങ്ങൾ ആത്മീയർക്ക് മനസ്സിലാകും. ജഡികനിത് മനസ്സിലാകത്തില്ല. ജഡികനിത് മനസ്സിലാകത്തില്ല. ഈ നാളുകളിൽ ഫലമുള്ളവന് മാത്രമേ ദൈവം ഏറ്റെടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് തരുന്ന ചിന്തകൾ എത്ര മനോഹരം. അവരെ കടത്തിവിടുന്ന അവസ്ഥകൾ, അതിലൂടെ ദൈവം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സന്ദേശം എത്ര മനോഹരമാണ്. മോനെ മോളെ, ആ പുതിയ മാനേജ്മെന്റ് ടീമിൽ നീ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സന്ദേശത്തിന് മുമ്പിൽ നീ എത്തിയത്. ആ പുതിയ മാനേജ്മെന്റ് ടീമിൽ നീ ഉണ്ട്. അതുകൊണ്ട് ഈ സന്ദേശത്തിന് മുമ്പിൽ എത്തിയത്. അല്ലെങ്കിൽ നീ നിന്നെ ദൈവം എത്തിക്കത്തില്ല. ഇതിനു മുമ്പിൽ നിന്നെ എത്തിക്കത്തില്ല. നീ ആളുമാറണം. നീ ആളുമാറുവാൻ പിശാച് സമ്മതിക്കത്തില്ല. അവൻ ദൈവത്തിന്റെ ഈ സന്ദേശം പറയുമ്പോ അവൻ തന്ത്രത്തിലൂടെ നിങ്ങളെ അതിൽ നിന്ന് അകറ്റി മാറ്റും. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, ദൈവ ഇഷ്ടത്തെ വെളിപ്പെടുത്തുന്ന സന്ദേശമാണ് ഇപ്പോൾ ഈ പറയുന്നത്. എന്താണ്? ദൈവം ഭൂമിയുടെ ഭരണത്തിനായി പുതിയ മാനേജ്മെന്റ് ടീമിനെ ഒരുക്കുകയാണ്.
എന്നാൽ പഴയ ആളുകൾ എന്ത് ചെയ്യും? പഴയ ആളുകൾ ഇതിനെ ബ്ലോക്ക് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഇതാ അറൗണ്ട് ഒരു 10, 29, 30 വർഷത്തോളം ബിസിനസ് നിൽക്കുക സ്വർഗത്തിൽ കൃപ ചെയ്തപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം. പുതിയ സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ ഈ പഴയ സ്റ്റാഫിന് ഒരു ഇളക്കുണ്ട്. ഇപ്പൊ ഒരു പുതിയ ടെക്നീഷ്യനെ, ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പഴയവന്റെ ചിന്ത എന്നാന്നറിയാമോ? ഓൾറെഡി അവൻ എന്റെ പൊസിഷനെ അടിച്ചു മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നേക്കാം ഇല്ലേ? ഉടനെ ഇയാൾ എന്ത് ചെയ്തറിയാമോ? ഈ പഴയവൻ ഇവനെ ഈ പുതിയ ആള് വന്നതിനോട് ഇങ്ങനെ ആര് എന്തൊക്കെയാ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ആരും കേൾക്കത്തില്ല. കുറച്ച് കഴിയും ഉടനെ തന്നെ പുതിയവന്റെ സ്വഭാവങ്ങൾ മാറി. എന്താ പറഞ്ഞു കൊടുത്തേ? മുതലാളിയെ കുറിച്ച് കുറച്ച് നന്മകൾ പറഞ്ഞു കൊടുത്തതാ. മനസ്സിലായല്ലോ? കുറച്ച് നന്മകൾ പറഞ്ഞപ്പോ ഇതുവരെ യമാനെ എന്ന് പറഞ്ഞ് ഇന്ന ആള് വേറെ രീതിയിലായി. ചിലരൊക്കെ പറയും, ഇതാ ഉടനെ എനിക്ക് പോണം, എന്റെ അമ്മയ്ക്ക് സുഖമില്ല, അല്ലെങ്കിൽ ഇന്ന സംഭവിച്ചു, എനിക്ക് ഉടനെ പോണം. എന്തുവാ സംഭവം നടന്നേ? ഈ പഴയവൻ തന്ത്രത്തിലൂടെ ഇവനെ ഒതുക്കിയതാണ്. പുതിയവനെ ഒതുക്കിയതായി കണ്ടത് തന്ത്രത്തിലൂടെ. പുതിയവൻ ചിന്തിച്ചു ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന്. പഴയവന് വീണ്ടും അവിടെ രാജാവായിരിക്കാൻ പഴയവൻ ചെയ്ത പരിപാടിയാണ്. പിശാചിന്റെ തന്ത്രം മക്കളെ നിങ്ങൾ അറിയാതിരിക്കുന്നത്. അവൻ പഴയവനാ, അവൻ തന്ത്രത്തിൽ വീരനാ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങൾ നിങ്ങളെ അറിയാത്തവരാകരുത്. അവന്റെ തന്ത്രം നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം പ്രവർത്തിപ്പാൻ. കുഞ്ഞുങ്ങളെ, നമ്മളാണ് പുതിയ മാനേജ്മെന്റ് ടീം. പക്ഷെ ദൈവം നമ്മളെ അങ്ങ് എളുപ്പത്തിൽ എടുക്കത്തില്ല. ആദ്യം നമ്മളെ പരീക്ഷിക്കണം. കൊള്ളാവുന്നവനായി തെളിഞ്ഞാൽ അവൻ ശുശ്രൂഷ, അവൻ ഭരണമേക്കട്ടെ. ഇതാണ് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ. ചുമ്മാ എടുക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ സ്ഥാപനത്തിന് തുല്യമാണ് ഭൂമി. ഭൂമിയുടെ മാനേജ്മെന്റ് നേരത്തെ ചെയ്തിരുന്നത്, ദൈവം വെച്ചിരുന്നത് അതാ ദൂതന്മാരെയാണ്. അതിൽ പ്രധാനിയാണ് ലൂസിഫർ. അവരെ ആ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ അവനെ വെച്ചിരുന്നു. അഗ്നിമയ രഥങ്ങളുടെ മധ്യേ അവൻ സഞ്ചരിച്ചു പോന്നിരുന്നു. എന്നാൽ അവന്റെ നടപ്പിൽ, അവന്റെ ആ മാനേജ്മെന്റിൽ തെറ്റ് കണ്ടു. അവന്റെ മേൽ ശിക്ഷ വിധിച്ചു. നിന്നെ ഞാൻ മാനേജ്മെന്റിൽ നിന്ന് മാറ്റുകയാണ്. അവന്റെ മേൽ ശിക്ഷ വിധിച്ചു. അവനെ തീപ്പൊയ്യുക എന്ന ശിക്ഷ വിധിച്ചു. പക്ഷേ ഇന്ന് അടുത്ത മാനേജ്മെന്റ് വരുന്നത് വരെ നിർബന്ധിത സേവനമാണ് അവിടെ കിടക്കുകയാണ്. ഇന്ന് സർവ്വലോക ദുഷ്ടന്റെ കീഴിൽ കിടക്കുകയാണ്. അവനെ മാറ്റാൻ പോവുകയാണ്. ദൈവത്തിന്റെ കയ്യിലേക്ക് ഈ ഭരണം, ഭൂമിയുടെ ഭരണം പൂർണ്ണമായി കടന്നു വരാൻ പോവുകയാണ്. ഇതാണ് ബൈബിളിലെ കാതലായ വാക്യം. വെളിപ്പാട് 11:15. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ലോകത്തിന്റെ ഭരണം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീരും. ദൈവത്തിന്റെയും ക്രിസ്തു പിതാവിന്റെയും പുത്രന്റെയും കയ്യിലേക്ക് ഭരണം കടന്നു വരും. ഹല്ലേലൂയ. ആ വചനം എടുത്തെങ്കിൽ ദേവദാസൻ ഒന്ന് വായിച്ചോളൂ. മർമ്മമായ വാക്യം ഒന്ന് മനസ്സിലാക്കട്ടെ. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ഹല്ലേലൂയ. മനസ്സിലാവുന്നോ? ഏഴാം ദൂതൻ കാഹളം ഊതുമ്പോ ലോകരാജ്യത്വം ഇന്ന് സർവ്വലോക ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നുവെങ്കിൽ അത് ഇതാ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സംഭവം മാറുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് മാറുകയാണ്. ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് മാറുക. ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മളേവരും ഉണ്ടാകണം. അതിനാണ് നമ്മളെ ക്രിസ്തുവിന്റെ ഉള്ളിൽ ആക്കിയത്. ലോർഡ് ഐ ലവ് യു. അപ്പോ ഈ സന്ദേശമാണ് ദൈവം മത്തായി 21:33 മുതലുള്ള ഉപമകളിലൂടെ പറയുന്നത്. പക്ഷേ ഈ സന്ദേശം പ്രിയ സഹോദരങ്ങളെ നമ്മൾ അറിയാതിരിപ്പാൻ പിശാച് ആദ്യം മുതലേ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു.
അതാണ് നാം ഇന്നലെ കേട്ടത്. ഇതാ യഥാർത്ഥത്തിൽ സന്ദേശങ്ങൾ രണ്ട് ടൈപ്പാണ്. ഒന്ന് ദൈവിഷ്ടം വെളിപ്പെടുത്തുന്ന സന്ദേശം, മറ്റത് ദൈവിഷ്ടത്തെ മറയ്ക്കുന്ന സന്ദേശം. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ഇതാ ദൈവിഷ്ടം. ഈ ദൈവ ഇഷ്ടത്തെ എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ, ദൈവം നമ്മളോട് താമസിക്കാൻ വരും. നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണമെങ്കിൽ എന്ത് ചെയ്താലേ പറ്റൂ? നാം ദുഷ്ടനെ ജയിക്കുന്നതിനനുസരിച്ച് നമുക്ക് മാനസാന്തരം നടക്കുകയുള്ളൂ. അങ്ങനെ ജയിക്കുന്നതിനനുസരിച്ച് നാം മാനസാന്തരപ്പെട്ട് ഇതാ ഈ ദൈവത്തോട് കൂടെ ചേർന്ന്, ഇന്ന് സ്വന്തം വഴികളിൽ ജീവിക്കുന്നവരാ നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്ന് എങ്ങനെ ദൈവത്തോട് കൂടെ ചേരും? ക്രിസ്തുവിൽ നാം ദൈവത്തോട് കൂടെ ചേരും. എങ്ങനെ കൂടുതലായി ചേരും? ക്രിസ്തുവിൽ വളരുമ്പോൾ, തലയോളം വളരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചേരും. അങ്ങനെ ആയാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ജയിച്ചു, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കും. ഇതാണ് ബൈബിളിലെ സന്ദേശം. ഇതാണ് ബൈബിൾ നമ്മളെ അറിയിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ ഒരു സന്ദേശത്തെ മറയ്ക്കാൻ പഴയ മാനേജ്മെന്റ് ടീം അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇത് ജനം അറിയരുത്. സത്യം അറിഞ്ഞാലേ സത്യം സ്വന്തമാക്കുള്ളൂ. അവരറിയരുത് മാത്രമല്ല, അവരെ പാപത്തിൽ അങ്ങ് കൊടുക്കണം. പാപത്തിൽ കുടിക്കുക, അവർ ദൈവത്തിൽ നിന്നാകരുത്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച്. ഒന്ന്, ഇത് അവരറിയരുത്. ഇതിനറിയാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇത് വേറൊരു സന്ദേശം കൊണ്ട് ഇതിനെ അങ്ങ് മറയ്ക്കണം. പിന്നെ അവരെ പാപത്തിൽ കുടിക്കുക, അവർ ദൈവത്തിന് ഓട്ടോമാറ്റിക്കായി വന്നു. അപ്പോ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ആദ്യം മുതലുള്ള ചിന്തകള്. ഇതാ ഈ ചിന്തയെ മറയ്ക്കാൻ, ഇന്ന് ഈ സമയത്ത് ഈ ദൈവത്തിന് ചിന്തയെ മറയ്ക്കാൻ ഇതാ പിശാച് കൊണ്ടിരുന്ന മറ്റൊരു ചിന്തയാണ്, യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. ശ്രദ്ധിച്ചേ, യേശുവിന് നമ്മളെ ബഹുമാനം കൊടുക്കുന്നു, റെസ്പെക്ട് കൊടുക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ നമ്മൾ ബഹുമാനിക്കുന്നു. നമുക്ക് യേശു വിലയുള്ളതാ. യേശു നമ്മുടെ കർത്താവാ, യേശു നമ്മുടെ രക്ഷകനാ, യേശു നമ്മുടെ നായകനാ. യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു. യേശുവിനാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. യേശുവാകുന്ന തലയോളം വളരുവാൻ നമ്മുടെ ആജ്ഞ നമുക്ക് തന്നുമിരിക്കും. എന്നാൽ പിശാച് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതാ ഈ ദൈവിക സന്ദേശത്തെ, ദൈവവചനത്തിൽ നാം മനസ്സിലാക്കേണ്ട ദൈവ ഇഷ്ടത്തെ മറയ്ക്കുവാൻ ആദ്യമകാലങ്ങളിൽ ചെയ്തിരുന്നത്, എനിക്ക് മുമ്പ് സംസാരിച്ച ദേവദാസൻ പറഞ്ഞല്ലോ, വിഗ്രഹ മനോഭാവത്തോടു കൂടെയാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 5 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാവരും വിഗ്രഹ മനോഭാവത്തോടുകൂടിയാണ് നിൽക്കുന്നത്. എന്നാൽ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഏകസത്യ ദൈവമായ പിതാവേ ഉള്ളൂ. നമുക്കൊരു കർത്താവ് ഉണ്ട്, കർത്താവിന്റെ പേരാണ് യേശു ക്രിസ്തു. പക്ഷെ ഈ അറിവ് എല്ലാവർക്കും ഇല്ല എന്നവിടെ പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ആദ്യമകാലത്ത് ഇത് ഉപയോഗിച്ചല്ല, യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക എന്നുള്ള സന്ദേശം ഉപയോഗിച്ചല്ല ഇവ മറച്ചിരുന്നത്. ഏത്? ദൈവ ഇഷ്ടത്തെ. ആദ്യമകാലത്ത് ദൈവ ഇഷ്ടത്തെ മറച്ചിരുന്നത് ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ആരാധിക്കാനാണ്. ശ്രദ്ധിച്ചേട്ടെ, ആദ്യമകാലത്ത് ദൈവ ഇഷ്ടത്തെ മറച്ചത് ഇതാ ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. ഞാൻ മറ്റൊരു ഇത് കൊണ്ടുവരാം. ഒരു പാട്ടുപുസ്തകം ആരാധനയാണുള്ളത്. ശ്രദ്ധിച്ചേ, ആദ്യമകാലത്ത് ഈ ദൈവ ഇഷ്ടത്തെ മറച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഇതാ ആരാധന കൊണ്ട്, ആരാധനാ ഗാനങ്ങൾ അല്ലേ. ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ആരാധിക്കാൻ, അങ്ങ് ആരാധിച്ചാൽ മതി. അപ്പൊ ദൈവ ഇഷ്ടമൊക്കെ മറഞ്ഞു. അപ്പോ മറ്റൊരു നല്ലത് കൊണ്ടുവന്ന് റൈറ്റ് ആയിട്ടുള്ളതിനെ മറയ്ക്കുകയാണ്. ശ്രദ്ധിച്ചേ, റൈറ്റ് ആയിട്ടുള്ളതിനെ നമ്മുടെ ദൃഷ്ടിയിൽ മറ്റൊരു നല്ലത്. നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കണം, സൃഷ്ടാവിനെ നമ്മളെല്ലാവരും ആരാധിക്കണം. ഇതാ അതുകൊണ്ട് അങ്ങ് മറച്ചു. എന്നാൽ പലതും കൊണ്ടൊന്ന് മറക്കണേനിടയ്ക്ക് ഇതാ പുതിയ പൗലോസിന്റെ ശുശ്രൂഷ അവസ്ഥകളിൽ അന്ന് ഇതാ നമുക്കിവിടെ കാണാം, ഇതാ യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക എന്നുള്ള അതുവരെ സന്ദേശം ഇറങ്ങിയിട്ടില്ല. അതുവരെ ആ സന്ദേശം ഇറങ്ങിയിട്ടില്ല. അന്ന് അവരെല്ലാവരും ദൈവത്തെയാണ് ആരാധിച്ചിരുന്നത്. എന്നാൽ പൗലോസിന്റെ ഒക്കെ കാലയളവ് വന്നപ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, അവര് സുവിശേഷത്തെ മറച്ചു കളയുക. ഏത്? ഈ ദൈവിക ഇഷ്ടത്തെ, ദൈവിക സന്ദേശത്തെ മറച്ചു കളയുന്നത് എങ്ങനെയാണ്? ഇന്നലെ നമ്മൾ കേട്ടു. അവിടെ ആരാധന കൊണ്ടല്ല മറച്ചത്, അവിടെ മറച്ചത് ന്യായപ്രമാണം കൊണ്ടാണ് മറച്ചത്. ഇന്നലെ നമ്മൾ കേൾക്കുവാൻ, മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ഗലാത്യ ലേഖനത്തിലെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ഇതാ
നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗം മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിഞ്ഞു പോകുന്നു. അത് ഇതാ മറ്റൊരു സുവിശേഷം എന്നല്ല, പകരം നിങ്ങളെ തെറ്റിച്ച് വീഴ്ചയാണ്. വായിച്ചാട്ടെ, ഗലാത്യർ 1:6 മുതൽ 6-7 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുകയാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം വിട്ടിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുകയാണ്. അപ്പൊ അതെന്തുവാണ്? ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക, ദൈവത്തിന്റെ ഭരണം ഭൂമിയെ സമീപിച്ചിരിക്കുന്നു. മക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ആ ഭരണത്തിൽ, ഭൂമിയുടെ ഭരണം ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് തരുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരത്തിൽ നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അപ്പോ എന്തിനാണ് ശുദ്ധീകരണം? ശുദ്ധീകരണത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉൽപ്പത്തി 1:26 നിവർത്തിക്കാനാണ്. ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ സ്വരൂപവും നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് ശുദ്ധീകരണം. അങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും ഉള്ളവൻ ഭൂമിയെ വാഴട്ടെ. അപ്പോ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. പക്ഷെ എന്താണ് ശുദ്ധീകരണത്തിന്റെ ഉദ്ദേശം? ഉൽപ്പത്തി 1:26 റിക്വയർമെന്റ് നമ്മുടെ ജീവിതത്തിൽ വരുവാൻ വേണ്ടിയാണ് ശുദ്ധീകരണം നടക്കുന്നത്. എന്താണ് റിക്വയർമെന്റ്? എല്ലാവരും ഭൂമിയെ വാഴാനല്ല, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപമുള്ള ഭൂമിയെ വാഴട്ടെ. അപ്പൊ ഈ സന്ദേശം, ഈ ദൈവത്തിന്റെ സന്ദേശം പറയുമ്പോൾ ഇതിനെ മറയ്ക്കാൻ തക്കവണ്ണം ഇതാ അവിടെ ഒരു സംഭവം കയറി വരിക. എന്താണെന്നറിയാമോ? ന്യായപ്രമാണം കൂടി ആചരിക്കണം എന്ന് പറഞ്ഞ് കടന്നു വരികയാണ്. ആര്? അന്നത്തെ യഹൂദന്മാർ, അന്നത്തെ ദൈവഭക്തന്മാർ പറയുകയാണ്, ഇതാ ന്യായപ്രമാണം കൂടി ആചരിച്ചേ പറ്റൂ, ആഴ്ചകളും ആണ്ടുകളും ഒക്കെ നമ്മൾ ആചരിക്കണം എന്ന് പറഞ്ഞ് കടന്നു വരികയാണ്. അപ്പോ ശ്രദ്ധിച്ച, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല, ദൈവത്തിന് വചനം പറയുന്നു. അപ്പൊ ഇനി പുറകിലേക്കില്ല, മുൻപിലേക്കേ ഉള്ളൂ, പുറകിലേക്കില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം വന്നപ്പോ ഇതാ അവിടെ സുവിശേഷത്തെ മറിച്ചു കളയാന്ന് പറയുന്നത് പൗലോസ്. സുവിശേഷത്തെ മറിച്ചു കളഞ്ഞു. യേശു പ്രസംഗിച്ച സുവിശേഷത്തെ മറിച്ചു കളയുവാൻ പിശാച് ഉപയോഗിക്കുന്ന തന്ത്രമാണ് മനുഷ്യനെ പുറകിലേക്ക് പിടിക്കുക. ന്യായപ്രമാണം പുറകിലുള്ളതാ. ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെയാ. അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. ഈ പുറകിലേക്കില്ല, മുമ്പോട്ടാണ്. പക്ഷെ പൗലോസ് ഇത് പറഞ്ഞപ്പോ ജനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ജനം പൗലോസിനെ ശത്രുവായി കാണുകയാണ്. ആ ഭാഗം താഴേക്ക് വായിച്ചത്. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു അത്രേ. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയാൻ ഇച്ഛിക്കുക. കണ്ടോ? ക്രിസ്തു എന്താണോ പറഞ്ഞത് അതിനെ മറിച്ചു കളയണം. അതിന് വേറൊരു സന്ദേശം കിട്ടുകൊടുത്താൽ മതി. അതിനെ മറയ്ക്കുന്ന വേറൊരു സന്ദേശം. ഇതിനെ ഈ യഥാർത്ഥ സന്ദേശത്തെ മറയ്ക്കാൻ വേറൊരു സന്ദേശം കേറി അങ്ങ് വരികയാണ്. അപ്പോ യഥാർത്ഥത്തിൽ ആ ദൈവത്തിന്റെ സന്ദേശം ക്രിസ്തുവിലൂടെ പറഞ്ഞതിനെ അങ്ങ് മറയ്ക്കുക. അപ്പൊ അന്നത്തെ കാലത്തൊന്നും ഉപയോഗിച്ചത് ഇതല്ല. യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക എന്നുള്ള സന്ദേശം. ഇത് ബൈബിളിലെ സന്ദേശമല്ല. ബൈബിളിലെ ക്രിസ്തു പറയുന്ന സന്ദേശമാണ് നിങ്ങൾ ഈ കാണുന്നത്. 3.5 വർഷം പ്രസംഗിച്ച സന്ദേശമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോസ്തലന്മാർ ഫോളോ ചെയ്ത സന്ദേശമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സന്ദേശമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയുകയാണ്. അപ്പോ ഇത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞപ്പോ ജനത്തിന് താല്പര്യമില്ല. പൗലോസിനെ കാണുന്ന ശത്രുവായിട്ടാണ് കാണുന്ന പലരും. അതുകൊണ്ടാണ് അതിന്റെ 4:16 എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഇരിക്കാൻ നിങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? വായിച്ചേ 4:16. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുക കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? ശ്രദ്ധിച്ചേ, നിങ്ങളോട് ജനമേ, നിങ്ങളോട് സത്യം പറയുന്നത് കൊണ്ട് ആ സത്യം പറയുന്ന ദൈവദാസൻ ശത്രുവായാണോ പോയത്? അദ്ദേഹം താഴേക്ക് പറയുകയാണ്. എന്റെ കാരണം എന്താ? ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അട്ടിമറിക്കരുത്.
ക്രിസ്തുവിന്റെ സുവിശേഷം വളരെ സിമ്പിൾ ആണ്. ഇതാ എർത്ത് മാനേജ്മെന്റ് ചേഞ്ച്. എന്താണ് സാധിക്കുന്നത്? ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മുതലാളി വരുന്നുണ്ട്. ആ മുതലാളി നിന്റെ അപ്പനാണ്. മുതലാളി വരുന്നുണ്ട്. ഭൂമിയുടെ മാനേജ്മെന്റ് ഇപ്പോ ഇലീഗലായിട്ട് കിടക്കുകയാണ്. എന്നാൽ അതിന്റെ ഓണർ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഓണർ ഭൂമിയിലേക്ക് വരുമ്പോ മനുഷ്യ, നിനക്ക് ഓണറോട് കൂടെ നിൽക്കാമോ? നിനക്ക് മാനസാന്തരപ്പെടാമോ? അങ്ങനെ മാനസാന്തരപ്പെട്ടാൽ ആ ഓണർ ഭൂമിയിൽ വരുമ്പോ, ഭൂമിയെ വാഴുമ്പോ ഭൂമിയുടെ മാനേജ്മെന്റ് ചെയ്യേണ്ടത് നീയാണ്. ചെറിയാട്ടുകൊണ്ടുമേ ഭയപ്പെടേണ്ട. കിങ്ഡം, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ സന്ദേശം. ഇതിനെ അട്ടിമറിക്കാൻ തക്കവണ്ണം പല സന്ദേശങ്ങളും ദുഷ്ടനായ പിശാച് കൊണ്ടുവരികയാണ്. ഇതിനെ മറയ്ക്കാൻ തക്കവണ്ണം ഈ സന്ദേശത്തെ മറച്ചു കളയണം. ഈ സന്ദേശത്തെ മറച്ചു കളയണം. ഈ സന്ദേശത്തെ മറച്ചു കളയണം. അതിനാദ്യ ആളുകളിൽ അവൻ ദൈവം നിങ്ങളെ ഉണ്ടാക്കിയത് ആരാധിക്കാനാണ്. അങ്ങ് ആരാധിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഇതാ ഈ സന്ദേശത്തെ അങ്ങ് മറച്ചു. ആരാധനാ ഗീതങ്ങൾ പൗലോസിന്റെ കൂടെ സമയത്ത് ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ന്യായപ്രമാണം കൊണ്ട് ഇതാ ക്രിസ്തു പറഞ്ഞ സുവിശേഷത്തെ അങ്ങ് മറച്ചു. സുവിശേഷത്തെ അട്ടിമറിക്കുകയാണ്. ഈ സന്ദേശം ജനം അറിയരുത്. അട്ടിമറിക്കുക. ഇതെന്തുവാ പെട്ടെന്ന് കാണിക്കുന്നത്? ആ പുതിയ തൊഴിലാളി വന്നപ്പോ പഴയ തൊഴിലാളി ചെന്നിട്ട് എന്ന് പറഞ്ഞതുപോലെ പിശാച് നമുക്ക് പുതിയ സന്ദേശങ്ങൾ തരിക. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ ഇഷ്ടത്തെ നമ്മളിൽ നിന്ന് മറക്കുക. ദൈവത്തിന്റെ ഇഷ്ടത്തെ നമ്മളിൽ നിന്ന് മറക്കുക. ഹല്ലേലൂയ. ഇതുകൊണ്ട് പൗലോസ് പറയുന്നത് നിങ്ങളെ അട്ടിമറിക്കുകയാണ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയുകയാണ്. അപ്പൊ ഇവര് ദൈവഭക്തരാണോ? അതെ. ക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ചു? അതെ. പക്ഷെ എങ്ങോട്ടേക്ക് പോകുന്നു? പുറകിലേക്ക് പോകുന്നു, ന്യായപ്രമാണത്തിലേക്ക്. ഇതുകൊണ്ടാ കർത്താവ് വചനം പറയുന്നത്, നിങ്ങൾ ഇതാ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് തിരിഞ്ഞാൽ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ന്യായപ്രമാണം പുറകിലുള്ളത്. ന്യായപ്രമാണം ആരെയും ശുദ്ധീകരിക്കുന്നില്ല. ന്യായപ്രമാണം ഒരുത്തൻ കൂടുതൽ അശുദ്ധമാകാതിരിക്കാൻ അവനെ സഹായിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം നടക്കണമെങ്കിൽ അത് ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ മാത്രമേ നടക്കൂ. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആത്മാവിന് ആ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പൊ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? അതിന്റെ 4:9 ഗലാത്യലേഖനം 4:9 മുതൽ വായിക്കുമ്പോ പൗലോസ് പറയാണ്, നിങ്ങൾ യേശു രക്ഷിതാവായി സ്വീകരിച്ചു, ദൈവത്തെ നിങ്ങൾ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു. എന്നിട്ട് വീണ്ടും നിങ്ങൾ പുറകിലേക്കാണോ പോണേ? കാലങ്ങളും ആണ്ടുകളും നോക്കാനാണോ പോണേ? ന്യായപ്രമാണം അനുസരിക്കാനാണോ പോണേ? വായിച്ചേ 4:9 മുതൽ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദി പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, ഇവര് പുറകിലേക്ക് പോയി, ന്യായപ്രമാണത്തിലേക്ക് വീണ്ടും പോയി. അവിടെയാണ് അമാവാസിയും പുതിയ ഫുൾ മൂണും ഒക്കെ നോക്കി പോകുന്നത് പദ്ധതികളെ. അവരുടെ ചന്ദ്രനെ നോക്കിയാണ് അവരുടെ മാസങ്ങൾ കടന്നു വരുന്നത്. അപ്പൊ അതിലേക്കൊക്കെ ഇവര് വീണ്ടും തിരിച്ചുപോയി. അതെല്ലാം ഈ അതായത് കർത്താവിന്റെ പെർഫെക്ഷൻ കാലത്തേക്ക് അവിടം വരെയുള്ള ജഡീക നിയമങ്ങൾ അത്രേ. അതെല്ലാം നിഴലുകൾ മാത്രമാണ്. ഇനി കാര്യത്തിലേക്ക് വന്നോ ഇനിയും പുറയിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. അപ്പൊ ഒരു കൂട്ടം യഹൂദന്മാർ പിടിക്കുകയാണ്, നമ്മൾ ഇത് മാത്രം പോരാ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ പഴയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ വേണം. അപ്പൊ അതിനെതിരെ പൗലോസ് കടന്നു വരികയാണ്. നിങ്ങൾ ഇനി വീണ്ടും പുറയിലേക്കല്ല പോകേണ്ടത്, ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ചു കളയല്ല വേണ്ടത്. അപ്പോ ആദ്യകാലങ്ങളിൽ ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നാം ദൈവത്തെ ആരാധിക്കണം, എല്ലാ സൃഷ്ടികളും ആരാധിക്കണം, ദൈവത്തിന്റെ ഇഷ്ടത്തെ മറച്ചു. അന്നത്തെ കാലത്ത് പൗലോസിന്റെ കാലത്ത് ന്യായപ്രമാണം കൊണ്ട്, നിയമങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തെ മറച്ചു. ഇപ്പോഴത്തെ കാലത്ത് യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തെ മറച്ചു. ഇങ്ങനെ ഓരോരോ തന്ത്രങ്ങളുമായി പഴയ കുടിയാൻ രംഗത്തുണ്ട്. പഴയ മാനേജ്മെന്റ് ടീം രംഗത്തുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ കുറെ പേര് സ്വതന്ത്രമായി. ഹല്ലേലൂയ. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ് സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, പഴയ സ്റ്റാഫ് നിങ്ങളെ തോൽപ്പിക്കരുത്. ഹല്ലേലൂയ. അവനെ ഓൾറെഡി ഫയർ ചെയ്തിരിക്കുക. പുതിയ മാനേജ്മെന്റ് ടീം വന്നാൽ അവനെ തീപ്പൊയ്യലിക്കിട്ട് അവന്റെ ഫയർ പൂർത്തിയാക്കും.
ഹല്ലേലൂയ. അവനെ ഓൾറെഡി ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. നിങ്ങൾ ചേട്ടാ പിശാചിന് വന്ന ന്യായവിധി ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് നടപ്പിലാക്കിയാൽ മാത്രം മതി. പുതിയ മാനേജ്മെന്റ് ടീം വേണം അത് നടപ്പിലാക്കാൻ. ഇതുകൊണ്ട് നമ്മളോട് പറഞ്ഞേ, ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പുതിയ മാനേജ്മെന്റ് ടീം ഒരുങ്ങിയാൽ പിശാചിന്റെ പഴയ മാനേജ്മെന്റ് ടീമിന്റെ ന്യായവിധിയാണ്. അവനെ തീ പൊയ്കയിലേക്ക് തള്ളിക്കളയും. അതുവരെ ഉള്ളൂ. ഇതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ വായിച്ചിട്ടില്ലേ പല ഭാഗത്തും, ഇനി അല്പസമയമേ ഉള്ളൂ എന്നറിഞ്ഞ് പിശാച് അതിക്രോധത്തോടെ. അപ്പൊ അവന് സമയത്തെ കുറിച്ച് നല്ല ബോധമുണ്ട്, അവന്റെ ശിക്ഷയെ കുറിച്ച് അവന് നല്ല ബോധമുണ്ട്. ഇനി തന്റെ മാനേജ്മെന്റ് പദ്ധതി തീരാൻ ഇനി അല്പസമയം കൂടിയേ ഉള്ളൂ. പുതിയ മാനേജ്മെന്റ് ടീം വരുന്നുണ്ട്. ആ പുതിയ മാനേജ്മെന്റ് ടീമാണ് എന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും. പക്ഷേ ദൈവം ചുമ്മാ അങ്ങോട്ട് കേട്ടിട്ടില്ല. ഫലം കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ മരിക്കാൻ പോവല്ല മക്കളെ, നമ്മൾ നിത്യം ഭൂമിയെ ഭരിക്കാൻ പോവുക. അതിനുവേണ്ടി ഒരുങ്ങിക്കും, എല്ലാവരും ഒരുങ്ങിക്കും. അപ്പൊ പഴയ മാനേജ്മെന്റ് ടീം പിശാചും കൂട്ടരും, ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ ആരെ വിഴുങ്ങണേ എന്ന് പറഞ്ഞു. എങ്ങനെയാ വിഴുങ്ങണേ? പിശാചും കൂട്ടരും എങ്ങനെ വിഴുങ്ങണേ? ആരെ വിഴുങ്ങണം? അവൻ തന്ത്രത്തിലൂടെയാ വിഴുങ്ങിയേ. ഹവ്വയെ വിഴുങ്ങിയ എങ്ങനെ ഹവ്വയെ വിഴുങ്ങി? ദൈവം എന്ത് പറഞ്ഞു അതിന് ഓപ്പോസിറ്റ് വിപരീത ഉപദേശം അങ്ങ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ദൈവം പറഞ്ഞതിനെ മറയ്ക്കും. എല്ലാത്തിനെയും വിഴുങ്ങണം അങ്ങനെയാ. അവൻ ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിഞ്ഞ് നടക്കുക. പഴയ മാനേജ്മെന്റ് ടീം, പഴയ സ്റ്റാഫ്. ഹല്ലേലൂയ. ദൈവം മാനേജ്മെന്റ് ടീമിനെ മാറ്റുക. ഈ ഒരു മർമ്മം ആദ്യം മനസ്സിലാക്കുക. അപ്പൊ പിശാച് ഇതിനെതിരെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും. കാരണം അവനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഓൾറെഡി അവനെ മരിക്കാൻ ജഡ്ജിയോ മരണത്തിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ഫസ്റ്റ് തിമോത്തി 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിച്ചു. പലർക്കും ചിന്ത, അവന് ജഡ്ജ് ചെയ്തു. ജഡ്ജിമെന്റ് ഒക്കെ കഴിഞ്ഞു മക്കളെ, ജഡ്ജിമെന്റ് ഒക്കെ കഴിഞ്ഞു. 3-ന്റെ 6 വായിച്ചു. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിക്ഷന് വരുത്. അപ്പോ നിഗളിച്ചിട്ട് പിശാചിന് വരാൻ പോകുന്ന ശിക്ഷാവിധി അല്ല, അവന് ഓൾറെഡി ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. വന്ന ശിക്ഷാവിധി അവന് ഓൾറെഡി ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. അവനെ തീപ്പൊയ്കയിലേക്ക് തള്ളാൻ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, അടുത്ത ടീം വന്ന് ചാർജ് ഏറ്റെടുക്കണം. അടുത്ത ടീം വന്ന് ചാർജ് ഏറ്റെടുത്താൽ നിന്റെ ശിക്ഷ നടപ്പിലാവും. അപ്പൊ പിശാചിന്റെ ആഗ്രഹം എന്താ? അടുത്ത ടീം ഒരിക്കലും വരരുത്, അടുത്ത ടീം വരരുത്. പാപമുള്ള ടീമാണെങ്കിൽ ദൈവം അവരോട് അടുക്കത്തില്ലല്ലോ. പാപം കാണാൻ കഴിയാത്തവനാ ദൈവം. പാപമുള്ള ടീമാണെങ്കിൽ ദൈവം അവരോട് അടുക്കത്തില്ലല്ലോ. അപ്പൊ നമ്മളെ പാപത്തിൽ പിടിക്കാനാണ് ആദ്യം നോക്കും. മനസ്സിലായോ? ആദ്യത്തെ അവ എന്ത് ചെയ്തു? പാപത്തിൽ പിടിച്ചില്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക് ദൈവത്തിൽ നിന്നാകുന്നില്ലേ? പിന്നെ 2, ദൈവത്തിന്റെ സന്ദേശം, ദൈവ ഇഷ്ടം എന്തെന്ന് മനുഷ്യനെ അറിയാതിരിക്കാൻ നോക്കും. അപ്പൊ കർത്താവ് തിരിച്ചു പറയാണ്, സത്യം നിങ്ങൾ അറിഞ്ഞാൽ സത്യം നിങ്ങൾ സ്വന്തമാണ്. അപ്പൊ ഈ സത്യം നാം അറിയണം. ദൈവം എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർ എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കണം. അത് അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രമാകും. അപ്പൊ അത് നമ്മളെ അറിയിക്കാതിരിക്കാൻ വേറെ സന്ദേശങ്ങൾ ഇട്ടു തരും. നമുക്ക് നല്ലത് തോന്നുന്ന സന്ദേശങ്ങൾ ഇട്ടു തരും. പക്ഷേ അത് അർദ്ധസത്യങ്ങളായിരിക്കും, പൂർണ്ണ നുണയായിരിക്കത്തില്ല, അർദ്ധസത്യങ്ങളായിരിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നാം ദൈവത്തെ ആരാധിക്കേണ്ടി വരും. പിന്നെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടിയാണോ നമ്മളെ ഉണ്ടാക്കിയത്? അല്ല. കണ്ടോ? അപ്പൊ മനുഷ്യനെ പിടിക്കാൻ പറ്റും, സാധാരണ മനുഷ്യനെ പിടിക്കാൻ പറ്റില്ല. അയ്യോ, ദൈവത്തെ ആരാധിക്കണ്ടേ ബ്രദറെ? തീർച്ചയായും ബ്രദറെ, നമ്മൾ മാത്രമല്ല സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. പക്ഷെ നമ്മളെ ഉണ്ടാക്കിയത് ഭൂമിയുടെ മാനേജ്മെന്റ് ഏറ്റെടുക്കാൻ. അതാണ് സത്യം. അപ്പൊ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. ബ്രദറെ, അങ്ങനെ പറയരുത്. നമ്മൾ നിയമങ്ങൾ അനുസരിക്കണ്ടയോ? വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, നമ്മൾ നിയമങ്ങൾ അനുസരിക്കണ്ടോ? ന്യായപ്രമാണം അനുസരിക്കണ്ടോ? പിന്നെ തീർച്ചയായും ബ്രദറെ വേണം. നമ്മൾ ആരെയും വ്യഭിചാരം ചെയ്യാൻ പോകരുത്, കൊല ചെയ്യാൻ പോകരുത്. പക്ഷേ അതല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നീ ആ ജഡീക നിയമങ്ങളുണ്ടല്ലോ, അമാവാസിയും പൗർണമിയും, അങ്ങനെയുള്ള കാര്യങ്ങൾ നീ ആചരിക്കുന്ന എന്താ പറയാ, പരിച്ഛേദനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീ വീണ്ടും മടങ്ങി പോകരുത്. അപ്പൊ അർദ്ധസത്യങ്ങൾ കൊണ്ട് മറക്കുക. യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക. ശ്രദ്ധിച്ചേ,
ഇതിലെ യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു, യേശുവിനെ നമ്മൾ ബഹുമാനിക്കുന്നു. കാരണം പിതാവ് പറഞ്ഞിരിക്കുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കണം. നമ്മളത് ചെയ്യണം. ഇവിടെ ആ ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ നാം അവിടെ ബഹുമാനിക്കണം. ബഹുമാനം എന്ന് പറയുമ്പോൾ ആളുടെ ചിന്ത എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, നാം പിതാവിന്റെ സ്ഥാനത്തേക്ക് യേശുവിനെ കൊണ്ടുവരണമെന്നല്ല. പിതാവിന്റെ സ്ഥാനത്തേക്ക് യേശുവിനെ കൊണ്ടുവരുന്നല്ല. ഒരു വീട്ടില് ഒരപ്പനുണ്ട്, ഒരു ചേട്ടനുണ്ട്, അനിയന്മാർ മറ്റുള്ളവരുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക, എങ്ങനെയാണ് അവിടെ ബഹുമാനിക്കുന്നത്? ചേട്ടനെയും അപ്പനെയും ബഹുമാനിക്കും. ചേട്ടനെ ചേട്ടനായി ബഹുമാനിക്കും. അല്ല, ചേട്ടനെ ഒരിക്കലും അപ്പനായി ബഹുമാനിക്കത്തില്ല, അപ്പനെ അപ്പനായി ബഹുമാനിക്കും. പഴയ നിയമത്തിലൊരു സംഭവം ഉണ്ട്. ഇന്നലെ സൂചന തന്നായിരുന്നു ആ ബഹുമാനം. അത് ഇസ്രായേൽ മക്കള് ഒരുമിച്ച് കൂടിയപ്പോ യഹോവയെയും രാജാവ് ദാവീദും ഉണ്ട് അവിടെ. ഇവര് രണ്ടുപേരെയും ഇസ്രായേൽ മക്കള് വണങ്ങി നമസ്കരിച്ചു. രണ്ടുപേരെയും വണങ്ങി നമസ്കരിച്ചു. ആഹാ, അപ്പോ ദാവീദും ദൈവമാണല്ലോ, നമസ്കരിച്ചു. ദാവീദിന് കിട്ടിയ നമസ്കാരം രാജാവ് എന്നുള്ള നമസ്കാരം, യഹോവയ്ക്ക് കിട്ടിയ നമസ്കാരം ദൈവം എന്നുള്ള നമസ്കാരം. ഒരു വീട്ടിൽ അപ്പനും ഉണ്ട് ചേട്ടനും ഉണ്ട്. അപ്പനെ ബഹുമാനിക്കുന്നത് അപ്പൻ എന്നുള്ള ബഹുമാനമാണ്, ചേട്ടനെ ബഹുമാനിക്കുന്നത് ചേട്ടൻ എന്നുള്ള ബഹുമാനം. അപ്പൊ നാം ഓരോരുത്തരെയും ബഹുമാനിക്കുമ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നാം എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്, അതനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ലോർഡ് ഐ ലവ് യു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ഒരു വചനം കാണിച്ചു തരാൻ കഴിയും, നോക്കട്ടെ. ലോർഡ് ഐ ലവ് യു. ഹല്ലേലൂയ. ദാവീദ് ഇസ്രായേൽ ജനത്തെ അഭിമുഖീകരിക്കുന്ന സംഭവമാണ്. ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 29 വേഴ്സ് 20 എടുത്തേ. ഫസ്റ്റ് ക്രോണിക്കൽ 1 ദിനവൃത്താന്തം 29:20. സ്തോത്രം. പിന്നെ ദാവീദ് സർവ്വസഭയോടും ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ സഭ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആൻഡ് ബൗ ഡൗൺ their heads and worship the Lord and the King. അതിന്റെ അർത്ഥം ദാവീദിനെ ദൈവമായിട്ട് ആരാധിച്ചതാണ് അല്ല. ദാവീദിന് റെസ്പെക്ട് കൊടുത്തത് രാജാവായിട്ടാണ്, ദൈവത്തിന് റെസ്പെക്ട് കൊടുത്തത് ദൈവമായിട്ടാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഓരോരുത്തർക്ക് റെസ്പെക്ട് കൊടുക്കുമ്പോ എന്തായിട്ടാണ് കൊടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് പിതാവ് നമ്മളോട് പറയുന്നത്, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ നാം പുത്രനെയും ബഹുമാനിക്കണം. അതാണ് പുത്രനെ പിടിച്ച് പിതാവാക്കാനല്ല പറഞ്ഞത്, പുത്രനെ പുത്രനായി ബഹുമാനിക്കുക, പിതാവിനെ പിതാവായി ബഹുമാനിക്കുക, ദാവീദിനെ രാജാവായി ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ യഹോവയാം ദൈവത്തെ ദൈവമായി ബഹുമാനിക്കും. അപ്പോ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ബഹുമാനം നാം കൊടുക്കുക. അർഹതപ്പെട്ടവന് അത് കൊടുക്കാതിരിക്കരുത്, കൊടുക്കുക തന്നെ വേണം. അധികാരിയെ മാനിക്കുക. അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളും ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അധികാരത്തെ മാനിക്കുന്നവൻ ദൈവത്തെയാണ് മാനിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ദുഷ്ടനായ പിശാച് പഴയ മാനേജ്മെന്റ് ടീമാണ്. ഏതെങ്കിലും തന്ത്രത്തിലൂടെ അർദ്ധസത്യങ്ങളിലൂടെ നമ്മളെ വീഴിക്കുക. അതിൽ കുറെ സത്യം ഉണ്ടാകും, എന്നാൽ അതല്ല അതിന്റെ റൈറ്റ് ആയിട്ടുള്ള കാര്യം. റൈറ്റും ഉണ്ട്, ഗുഡും ഉണ്ട്. മനസ്സിലാക്കുക, റൈറ്റും ഉണ്ട്, ഗുഡും ഉണ്ട്, ട്രൂ ഉണ്ട്, ഹാഫ് ട്രൂത്തും ഉണ്ട്. ട്രൂത്ത് ഉണ്ട്, ഹാഫ് ട്രൂത്ത് ഉണ്ട്, സത്യമുണ്ട്, അർദ്ധസത്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം,
എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളെ സ്വതന്ത്രമാക്കിയുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതാ, നിങ്ങൾക്ക് ഒരു മാരുതിയുടെ കാറുണ്ട്. ആ കാറിന്റെ ടയറ് പഞ്ചറായി യാത്ര ചെയ്ത് നിങ്ങൾ ആകപ്പെട്ടു. രാത്രി 12 മണി ആയിക്കത് എന്ത് ചെയ്യും? ഒറ്റ കടയില്ല. നിങ്ങളുടെ സ്നേഹിതനെ വിളിച്ചു. ആ സ്നേഹിതൻ ഒരല്പം റിച്ച് ആയിരുന്നു. അദ്ദേഹം ഓർഡർ തന്നെ പെട്ടെന്ന് വന്നു. തന്റെ മെഴ്സിഡസ് കാറുമായിട്ട് തന്റെ കാറിൽ ഇരിക്കുന്ന സ്റ്റെപ്പിനി കാർ എടുത്ത് ആ സ്റ്റെപ്പിന് ടയർ എടുത്തിട്ട്, എന്റെ സ്നേഹിത ഇതാ ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നിങ്ങളുടെ കാറിന് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ആ സ്നേഹിതൻ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. വില കൂടിയ ആ ടയറ് ആ വീൽ അങ്ങനെ തന്നെ കൊടുക്കുക. പക്ഷേ ഇത് മാരുതിക്ക് ഷൂട്ടാകുമോ? കൊണ്ടുവന്നത് നല്ലതാ, പക്ഷേ അത് അതിന് റൈറ്റ് അല്ല. അപ്പോ ശ്രദ്ധിച്ചേ, റൈറ്റ് ആയതിനെ ആ സാധനം തന്നെ വേണം അതിനെ റീപ്ലേസ് ചെയ്യുമോ? റൈറ്റിനെ ഗുഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമോ എന്ന് നോക്കിയാൽ കാര്യം നടക്കത്തില്ല. അതിന് അത് തന്നെ വേണം. മാരുതിയുടെ കാറിന് അതേ സ്പെസിഫിക്കേഷനുള്ള വേറെ ടയർ, അതിന്റെ വീല് തന്നെ വേണം, എങ്കിലും അത് ഓടത്തും. ഇതേപോലെ സത്യം നമ്മൾ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. സത്യത്തെ റീപ്ലേസ് ചെയ്യുവാൻ, എന്താണ്? ദൈവ ഇഷ്ടത്തെ റീപ്ലേസ് ചെയ്യുവാൻ ഒന്നുകൊണ്ടും അനുവദിക്കരുത്. ദൈവ ഇഷ്ടത്തെ ദൈവ ഇഷ്ടം കൊണ്ട് മാത്രമേ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ എത്ര ദൈവ ഇഷ്ടമുണ്ട്? ഒരു ഒറ്റ ദൈവ ഇഷ്ടമേ ഉള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാവുന്നോ? ആ ദൈവ ഇഷ്ടം അറിയുമ്പോൾ മറ്റുള്ളതെല്ലാം, എല്ലാ ഗുഡുകളും എല്ലാ ബാഡുകളും ഒക്കെ മാറിപ്പോകും. ദൈവ ഇഷ്ടമാണ് സത്യം, അത് നിലകൊള്ളും. അപ്പോ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, ഇവന്റെ ഈ തന്ത്രത്തിൽ വീഴരുത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി തന്ത്രത്തിൽ വീഴാതെ ഇരുന്നാലും നമുക്ക് അവിടെ എത്താൻ പറ്റുമോ? ഇല്ല. പിന്നെന്ത് വേണം? പുതിയ മാനേജ്മെന്റ് ടീം എന്ന് പറയുമ്പോ അത് അവർ ഫലമുള്ളവരായിരിക്കണം. ഫലമില്ല എങ്കിൽ അവർക്ക് അവിടെ എത്താൻ പറ്റില്ല. പഴയ ടീമിനെ മാറ്റേണ്ട കാര്യം എന്താ? മാറ്റിയ കാരണം എന്താ? മാറ്റാൻ പോകുന്ന കാര്യം എന്താ? പഴയ ടീമിനെ മാറ്റി അവരെ ശിക്ഷ വിധിച്ചതിന്റെ കാര്യം എന്ന് പറയുന്നത് അവരെ തക്ക സമയത്ത് ഫലം കൊടുത്തില്ല, അനുഭവം കൊടുത്തില്ല. ഈ ഡയറക്ടർക്ക് അല്ലെങ്കിൽ ദൈവത്തിന് അവർ കീഴടങ്ങിയില്ല. ഇതാണ് വിഷയം. കീഴടങ്ങിയില്ല. അതുകൊണ്ടാണ് അവരെ ശിക്ഷ വിധിച്ചു. നമുക്ക് കേട്ടു, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി. ഇനി ആ ശിക്ഷ നടപ്പിലാക്കേണ്ടത് ആരാ? പുതിയ ടീം അംഗങ്ങളാണ്. അവര് ആ ഫലത്തിലേക്ക് വന്നാലേ ആ ശിക്ഷ നടപ്പിലാക്കുക. ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഓ ലോർഡ്, ഐ ലവ് യു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വന്നേ. ഓ ലോർഡ്, ഐ ലവ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ദൈവത്തിന് വചനം പറയാണ്, ദൂതന്മാരെ വിധിക്കാനുള്ളവരാ നാം ഫലമുള്ളവരായി മാറിയാൽ പഴയ മാനേജ്മെന്റ് ടീമിനെ ദൈവം എടുത്ത് തീപ്പകയിലേക്കിടും. അവരെടുത്ത തീപ്പകയിലേക്കിടും. നാം ഫലമുള്ളവരായി മാറണം. അപ്പൊ ഈ വക മർമ്മങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഒറ്റ കാര്യം ചെയ്യുന്നേ. നമ്മൾ പറയുന്നു യേശുവിനെ ബഹുമാനിക്കണം, യേശുവിനെ ആരാധിക്കണം. ഓക്കെ, നോ ഇഷ്യൂ. പിതാവിനെ ബഹുമാനിക്കുക, പുത്രനെ ബഹുമാനിക്കുക. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, അതുകൊണ്ട് ദൈവ ഇഷ്ടത്തെ മറക്കരുത്. അതുകൊണ്ട് ദൈവ ഇഷ്ടത്തെ മറക്കരുത്. ദൈവ ഇഷ്ടത്തിൽ നാം പഴയ മാനേജ്മെന്റ് ടീമിനെ മാറ്റുന്നു, പുതിയ മാനേജ്മെന്റ് ടീമായി ഫലമുള്ളവരെ ദൈവമാക്കുന്നു. അപ്പൊ ഇവിടെ പറയാണ്, നാം ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ്. ആർ യു റെഡി? ആർ യു റെഡി? എപ്പോഴൊക്കെ നാം അവന്റെ പദ്ധതിയെ തോൽപ്പിച്ച്, ജനീക ചിന്തകളെ തോൽപ്പിച്ച്, ലോകസ്നേഹത്തെ തോൽപ്പിച്ച്, ഇതാ നാം ദൈവത്തിന് കീഴടങ്ങി, ഇതാ നാം ആ ദൈവിക ഫലം പുറപ്പെടുവിക്കുമ്പോഴൊക്കെ നാം ഫലം കൊടുക്കുകയാണ്. നാം ദൈവപുത്രനായിട്ട് വെളിപ്പെടുമ്പോഴൊക്കെ നാം ഫലം കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് പഴയ മാനേജ്മെന്റ് ടീമിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 10-ാം വാക്യത്തിൽ, ഓ ലോർഡ്, ഐ ലവ് യു. പഴയ മാനേജ്മെന്റ് ടീമിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നത് അവിടെ കാണുവാനായിട്ട് കഴിയും. വായിച്ചേ. അവരെ വഞ്ചിച്ച പിശാചിനെ, മൃഗവും
കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകത്തീ പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ സഹിക്കേണ്ടി വരും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കണ്ടോ? പഴയ കുടിയാന്റെ ശിക്ഷ നടപ്പിലാക്കിയുണ്ടോ? പിശാചിന്റെ ശിക്ഷ നടപ്പിലാക്കിയുണ്ടോ? അവന്റെ ടീമിനെ മൊത്തം അടിച്ച് താഴെ ഇട്ടു. ഹല്ലേലൂയ. ആന്റി ക്രൈസ്റ്റിനെയും കള്ളപ്രവാചകനെയും പിശാചിനെയും അവന്റെ ടീമിന് മുഴുവൻ അവനോട് കൂടെ നിൽക്കുന്ന സകലത്തെയും ശിക്ഷ വിധിച്ചു. സകലത്തെയും ശിക്ഷ വിധിച്ചു. അപ്പൊ ഇതിനു മുമ്പ് എന്ത് സംഭവിച്ചെന്നറിയാമോ സഹോദരങ്ങളെ? പുതിയ മാനേജ്മെന്റ് ടീം റെഡി. പുതിയ മാനേജ്മെന്റ് ടീം റെഡി. ദൈവപുത്രന്മാര് റെഡി ആയിരിക്കുന്ന സമയത്ത് ഇവനെ എടുത്ത് ശിക്ഷയിലേക്ക് വിടുകയാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് വെളിപ്പാട് 21:7 ജയിക്കുന്നവൻ ഇത് അവകാശം. ജയിക്കുന്നവൻ അവകാശമാക്കി. നമുക്ക് ജയിക്കണ്ടേ? നമുക്ക് ജയിക്കണ്ടേ? സഹോദരങ്ങളെ, നിങ്ങൾ എപ്പോഴും എന്നെയല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുക. വെളിപ്പാട് 21:7 നാം ഇവിടെ ജയിക്കണം. അവകാശം വേണോ? ജയിക്കണം. വായിച്ചേ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. അപ്പോ ഇവിടെ എപ്പോഴും ജയിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഫലം കൊടുക്കുമ്പോഴാ ജയം പ്രാപിക്കുന്നത്. നാം ദൈവപുത്രന്മാരായി വെളിപ്പെടണം. എന്നിട്ട് അവരുടെ ഡ്യൂട്ടി എന്താ? അതിനുശേഷമുള്ള ഡ്യൂട്ടി എന്താ? വെളിപ്പാട് 22:5 ആ ഡ്യൂട്ടി പറയുന്നു. തുടർന്ന് അവരാണ് ഭൂമിയുടെ രാജ്യത്വം അലങ്കരിക്കേണ്ടത്, ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കേണ്ടത്. പുതിയ മാനേജ്മെന്റ് ടീം. വായിച്ചേ. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പുതിയ മാനേജ്മെന്റ് ടീം. പുതിയ മാനേജ്മെന്റ് ടീം. ഭൂമിയെ വാഴുന്ന പുതിയ മാനേജ്മെന്റ് ടീം. മനസ്സിലായോ? ചെറിയ ആട്ടുകുടമേ ഭയപ്പെടേണ്ട. നിങ്ങളുടെ പിതാവ് കിങ്ഡം, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്ന പുതിയ മാനേജ്മെന്റ് ടീം. ഇതാണ് യേശു പറഞ്ഞ സന്ദേശം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഭരണം ഭൂമിയെ സമീപിച്ചിരിക്കുന്നു. ഇതാ ലോകം, സർവ്വലോകം പിശാചിന് കീഴിൽ കിടക്കുകയാണ്. പഴയ മാനേജ്മെന്റ് ആണ് അത്. എന്നാൽ പുതിയ മാനേജ്മെന്റ് ഉടയവൻ വരുന്നുണ്ട്. ഉടയവൻ വരുമ്പോൾ അതിനെ പുതിയ മാനേജ്മെന്റിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. നീ മനസ്സാന്തരപ്പെട്ടാൽ, നിന്റെ ഇന്നത്തെ സ്വന്തം വഴികളെ വിട്ട് നീ ദൈവത്തിന്റെ വഴികളിലേക്ക് തിരിഞ്ഞാൽ, ക്രിസ്തുവിനെ അനുഗമിച്ചാൽ, ഇതാ ക്രിസ്തുവാൻ ദൈവപുത്രനിലൂടെ നീ ദൈവപുത്രനായിട്ട് വെളിപ്പെട്ടാൽ, ഇതാ നിന്റെ കയ്യിലേക്ക് ഭൂമിയുടെ ഭരണം ഏൽപ്പിക്കുവാൻ പിതാവ് തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ആ സന്ദേശം. അപ്പൊ പഴയ മാനേജ്മെന്റ് ടീം എന്നാ ചെയ്യും? ഇതൊരിക്കലും ഇവരത് അറിയരുത്. ഒരിക്കലും ഈ പുതിയ മാനേജ്മെന്റ് ടീം ഇത് അറിയരുത് എന്നുള്ള ലെവലിൽ പിടിച്ചുകൊണ്ടേയിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും മനസ്സിലാക്കി തരാനാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 21 ഉപമ പറഞ്ഞത്. 33 മുതലുള്ള വാക്യങ്ങളിൽ ഉപമ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ ഉപമ ഒന്ന് തൊട്ടിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. തുടർന്ന് മറ്റു സമയം. ഹല്ലേലൂയ. ഓ ലോർഡ്, ഐ ലവ് യു. ഈ സംഭവം നമ്മളിത് മനസ്സിലാക്കി തരികയാണ്. ഇത് ഒരു മാനേജ്മെന്റ് ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. മത്തായി 21:33 മുതൽ താഴേക്ക് വായിക്കാം. മറ്റൊരു ഉപമ കേൾപ്പിൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിനെ വേലിക്കെട്ടി അതിൽ ചക്കു കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എന്റെ മകനെ ഞാൻ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് അവൻ മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്നവനെ വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? മതി. ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ്
ദൈവരാജ്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കും. തന്നതാ പക്ഷെ എടുക്കും, തിരിച്ചെടുക്കും. തന്നത് തിരിച്ചെടുക്കും. ഇങ്ങനെ ഒരു മർമ്മം ഭയപ്പെട്ടിട്ട മർമ്മമാണ് കേട്ടോ. തന്നത് തിരിച്ചെടുക്കും. ദൈവരാജ്യം നിങ്ങൾക്ക് തന്നത് തിരിച്ചെടുക്കും. എന്നിട്ട് ആർക്ക് കൊടുക്കുന്ന അറിയാമോ? അതിന്റെ ഫലം കൊടുക്കുന്നവർക്ക് കൊടുക്കും. ഈ ഒരു മർമ്മം മനസ്സിലാക്കാതിരിക്കരുത്. തന്നത് തിരിച്ചെടുത്ത് ഫലം കൊടുക്കുന്നവർക്ക് കൊടുക്കും. അപ്പൊ സാത്താന്റെ തന്ത്രങ്ങളെ അറിഞ്ഞു, ഗുഡ്, നല്ല കാര്യം. അവൻ നിങ്ങളെ പറ്റിക്കത്തില്ല, അവൻ നിങ്ങളെ തോപ്പിക്കത്തില്ല. പക്ഷേ പുതിയ മാനേജ്മെന്റ് ടീമിലേക്ക് വരണമെങ്കിൽ ഫലം കൊടുക്കണം. ഫലം കൊടുക്കുന്നവർക്ക് കൊടുക്കും. ഫലം കൊടുക്കണം. വല്ലവരും കേട്ടോ? കേട്ടില്ലെങ്കിൽ ഒന്ന് കുലുക്കി കേട്ടോ, ഒന്ന് കുലുക്കി. ഈ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ മമ്മി പണ്ട് പഞ്ചസാര നിറയ്ക്കണം. ഈ പാട്ടയിലേക്ക് ഇടുമ്പോ നിറഞ്ഞു വരുമ്പോ മമ്മി എന്ത് പറയാ എന്ന് കുലുക്കും. അപ്പൊ അത് വീണ്ടും ഒന്ന് എല്ലാം ഇളകിയിട്ട് വീണ്ടും കുറെ നിറയ്ക്കും. അതിനുശേഷം വീണ്ടും കുലുക്കി, വീണ്ടും നിറയ്ക്കും. ഇത് കേറിയില്ലെങ്കിൽ ഒന്ന് കുലുക്കി നിറച്ചു. ഫലം കൊടുത്തില്ല എങ്കിൽ തന്നതിനെ തിരിച്ചെടുക്കും. ഹല്ലേലൂയ. ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുക്കും. എന്ന് വെച്ചാൽ ഓൾറെഡി തന്നതായിരുന്നു. എടുത്തിട്ട് അതിന്റെ ഫലം കൊടുക്കുന്ന ആൾക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്നൊക്കെ പറയുന്ന വ്യക്തിത്വങ്ങളുടെ ശുശ്രൂഷ തകർന്നു പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ തിരിച്ചെടുക്കും എന്ന കർത്താവ് പറയുന്നത്. ഇനി ഈ പറഞ്ഞ ഉപമ എന്ന് പറഞ്ഞ എന്തുവാ സംഭവം? ഉപമ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, എർത്തലി സ്റ്റോറി വിത്ത് ഹെവൻലി മീനിങ്. എന്തുവാ അതിന് ആക്ച്വലി? ലോകസ്ഥാപനം മുതൽ ഗൂഢമായത്, മറഞ്ഞു കിടക്കുന്നത് പറഞ്ഞു തരാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്ന സംഭവമാണ് ഉപമ. ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടക്കുന്ന സംഭവം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്നതാണ് ഉപമ. വായിച്ച മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. ഉപമയിലൂടെ എന്താ സംഭവിക്കുന്നത്? 34-35, 13-34-35. ഇതൊക്കെയും യേശു പുരുഷാരത്തോടെ ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അപ്പോ ഉപമയിലൂടെ കർത്താവ് അറിയിക്കുന്നത് എന്തുവാ? ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടക്കുന്നതിനെ കർത്താവ് അറിയിക്കുക. മനസ്സിലായോ? ഹല്ലേലൂയ. ഉപമയിലൂടെ കർത്താവ് എന്താ അറിയിക്കണേ? അടുത്ത ആളോടൊന്ന് പറഞ്ഞേ, ഷെയ്ഖാന്റെ കൊടുത്തിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ. ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടക്കുന്ന ദൈവം അറിയിക്കുക എന്ന് പറഞ്ഞേ. ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടക്കുന്ന ദൈവം നമ്മളെ അറിയിക്കുക. അപ്പൊ ഉപമയിലൂടെ മറഞ്ഞു കിടക്കുന്നത് ദൈവം നമ്മളെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. എപ്പോ മുതലേ? ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടക്കുന്ന അറിയിക്കുക. അപ്പൊ ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടക്കുന്ന കാര്യം ഉണ്ടെന്ന് മനസ്സിലായോ? ആ കാര്യങ്ങളാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കേട്ടോണ്ടിരുന്നൊക്കെ ലോകസ്ഥാപനം മറഞ്ഞു കിടന്ന കാര്യമാണ്. എർത്ത് മാനേജ്മെന്റ് ചേഞ്ച്. ഭൂമിയുടെ മാനേജ്മെന്റിനെ ചേഞ്ച് ചെയ്യാണ്. ഒരു ഫാക്ടറിയുടെ, ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യണത് പോലെ മാനേജ്മെന്റ് ചേഞ്ച് ചെയ്യുകയാണ്. ഒറ്റയടിക്ക് ഒരു ഡയറക്ടർ വന്നിട്ട് ഇതുവരെ വർക്ക് ചെയ്ത ടീം മുഴുവൻ ഞാൻ ടെർമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയില്ല. കാരണം അങ്ങനെ ടെർമിനേറ്റ് ചെയ്താൽ ആ സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷനും ആ സ്ഥാപനത്തിന്റെ സെയിലും അതിന്റെ എല്ലാം ഒരൊറ്റയടിക്ക് സീറോ. അങ്ങനെ ചെയ്യില്ല. പകരം എന്ത് ചെയ്തറിയാമോ? ഇവരനുസരണക്കേട് കാണിക്കുന്നുവെങ്കിൽ അദ്ദേഹം മറ്റൊരു മാനേജ്മെന്റ് ടീമിന് ഒരുക്കും. എന്നിട്ട് ഇവര് റെഡി ആയി കഴിയുമ്പോൾ പഴയവനെ ക്യാൻസൽ ചെയ്യും. ഇങ്ങനെ ഒരു വാചകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചേ. ഇങ്ങനെ ഒരു വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുതിയ മാനേജ്മെന്റ് ടീമിനെ അനുസരണം പഠിപ്പിക്കും. പഴയവനെ അനുസരണം ഇല്ല, അവനനുസരിക്കത്തില്ല. പുതിയവനെ അനുസരണം പഠിപ്പിക്കും. എന്നിട്ട് ഞാനൊരു ക്ലൂ തരാം, അപ്പൊ പറയാൻ പറ്റുമോ നോക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എവിടെ വായിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചിലതിനൊക്കെ കത്താൻ തുടങ്ങി. അവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം വായിച്ചിട്ട് ഇത് തന്നെയാ കാര്യം. പുതിയവനെ എന്തില്ല, പുതിയവനെ പഴയവൻ എന്തെന്നറിയാം? അനുസരണക്കേടി കുടുക്കിക്കളഞ്ഞു. ഉൽപ്പത്തിയിൽ ഇട്ട് തന്നെ അനുസരണക്കേടി കുടുക്കി. കാരണം പുതിയവൻ വന്നപ്പോ തന്നെ പഴയവൻ എന്ത് ചെയ്തു? ഓടിച്ചെന്നു. അവൻ പറഞ്ഞത് കേട്ടു, അനുസരണക്കേടി കുടുക്കി. പുതിയവന്റെ അകത്ത് മുഴുവൻ കയ്പായി. ഇനി പുതിയവനെ പണിതെടുത്ത്
ഇവനെ അനുസരണമുള്ള കുട്ടിയാക്കി കൊണ്ടുവരണം. അങ്ങനെ അനുസരണം ഉള്ള കുട്ടിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പഴയവന്റെ മേൽ പ്രതികാരമായി, അവന്റെ പ്രതികാരം നിവർത്തിക്കുകയായി. ഇതാണ് ദൈവത്തിന്റെ വചനം. പ്രിയ സഹോദരങ്ങളെ, 2 കൊറിന്ത്യൻസ് 10-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ജഡത്തിൽ സഞ്ചരിക്കുകയാണ്. നമ്മൾ ജഡം മനുഷ്യരാക്കി അധപ്പതിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവം നമ്മളെ ജീവനുള്ള ദേഹിയായി ഉണ്ടാക്കി. പക്ഷേ അത് ഉൽപ്പത്തി 2:7. എന്നാൽ കുറച്ച് ഉൽപ്പത്തി 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ പറയുന്നു, അവർ ജഡത്തിലേക്ക് അധംപതിച്ചു പോയി. അവന്റെ ചിന്തകൾ, നിരൂപണങ്ങളൊക്കെ തെറ്റുള്ളത്, കുറവുള്ളത്. അവൻ വെറും ജഡം തന്നെയല്ലോ, എന്റെ ആത്മാവ് സദാ അവന് വ്യാപരിക്കുകയില്ല. അപ്പൊ ജഡത്തിലേക്ക് അധംപതിപ്പിച്ചു. നമ്മൾ ഇന്ന് ആ പാപം നിറഞ്ഞ ഒരു നന്മയും വസിക്കാത്ത ജഡത്തിലാണ് പോണേ. പക്ഷേ ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിൽ ജഡപ്രകാരം പോരാടുന്നില്ല. വായിച്ചേ 2 കൊരിന്ത്യർ 10:3 വായിച്ചേ, 3 മുതൽ താഴേക്ക്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. മതിയോ? ഹല്ലേലൂയ. മതിയോ? വായിച്ചോ നിങ്ങളിപ്പോ? ഹല്ലേലൂയ. നിങ്ങളുടെ അനുസരണം എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ ചാക്കോച്ചന്റെ അനുസരണത്തിന്റെ കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ അനുസരണത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു മാനേജ്മെന്റ് ടീമിനെ കാണാം, ഒരു ഡയറക്ടർ ബോർഡിനെ കാണാം, ഒരു വർക്ക് ഫോഴ്സിനെ കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു നോക്കണം. ഫാദേഴ്സ് ബിസിനസിന്റെ ആ എല്ലാ മണ്ഡലം അവിടെ കാണാം. ശ്രദ്ധിച്ചേ. അവിടെ പറയാം, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡത്തിലാ സഞ്ചാരം. ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. കാരണം സാധാരണ മനുഷ്യരെ പോലെ ജഡപ്രകാരം അന്നമ്മയോട് ചിന്നമ്മയോട് ആസപ്പനോട് അടിയുണ്ടാക്കല്ല നമ്മുടെ പരിപാടി. പിന്നെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. കോട്ടകൾ, എരിഹോ കോട്ട കേട്ടില്ലേ? അത് ഭൗതിക കോട്ട. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചിന്തകൾ കൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് എതിരായുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കോട്ടൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് അവിടെ ഡയറക്ടറെ കാണണോ? നിങ്ങൾക്ക് ഡയറക്ടറെ കാണണോ? ഉടയോനെ കാണണോ? എഴുതിയിരിക്കുകയാണ്, അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി. ഞാൻ വീണ്ടും വായിക്കാം. ഡയറക്ടറുടെ, ഓണറുടെ പരിജ്ഞാനത്തിന് വിപരീതമായി, ഓണറുടെ ഇഷ്ടത്തിന് വിപരീതമായി. ഡയറക്ടറെ കാണാം നിങ്ങൾക്ക്, ഓണറെ കാണാം അവിടെ. ഇനി മാനേജറെ കാണണോ? അടുത്ത താഴേക്ക് വായിക്കാം. വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെ ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി, മാനേജറോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. കണ്ടോ? ഡയറക്ടർ ബോർഡിനെ കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഡയറക്ടർ ബോർഡിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഉടമസ്ഥനായ ദൈവം, ഉടമസ്ഥൻ, സർവഭൂമിയുടെയും മുകളിൽ ആക്കി വെച്ച രാജാവ്, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പേൻ. യഹോവയുടെ കോപത്തിന് വീഴാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പേൻ. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിപ്പേൻ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഡയറക്ടർ ബോർഡ് നമുക്ക് ഇവിടെ കാണാം. പക്ഷേ പുതിയ മാനേജ്മെന്റ് ടീം റെഡിയല്ല. കാരണം ഇവനെ പഴയ കുടിയാൻ ചീത്തയാക്കി കളഞ്ഞു. ഉൽപ്പത്തിയിൽ വെച്ചതിനെ ഹവ്വയെ അടുക്ക ചെന്നിട്ട് സംഭവം പറഞ്ഞ് ചീത്തയാക്കി. അപ്പൊ ഇവൻ അനുസരണക്കേളി, ഇവനും അനുസരണക്കേളി കുടുങ്ങി. മറ്റവനെ പോലെ തന്നെ, ആദ്യത്തവനെ പോലെ പുതിയവനെ അനുസരണക്കേളി കുടുങ്ങി. അപ്പൊ ഇനി ഇവനെ എന്ത് ചെയ്യണം? ഇവനെ അനുസരണം പഠിപ്പിച്ച് ഇവനെ അനുസരണത്തിൽ തികഞ്ഞവനാക്കി. അങ്ങനെ ഇവൻ അനുസരണം തികഞ്ഞു വരുമ്പോ സംഭവം നിറവേറുകയായി, പഴയവന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കുകയായി. ഇതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ കൊടുത്ത എല്ലാ ദൈവത്തിന്റെ ഡയറക്ടറുടെ പരിജ്ഞാനത്തിനെതിരെ പൊങ്ങുന്ന സകല സങ്കല്പങ്ങളും സകല വിചാരങ്ങളും ആ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് ക്രിസ്തു പരിപൂർണമായി പിതാവിനെ അനുസരിച്ച് നിൽക്കുകയാണ്. ക്രിസ്തുവിന്റെ തല ദൈവം അനുസരിച്ച് നിൽക്കുക. അനുസരണത്തിനായി പിടിച്ചടക്കി. ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അകത്തളത്തിലൊരു യുദ്ധം. പിടിച്ചടക്കി കഴിയുമ്പോൾ, അങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ അതാണ് ഫലം. നിങ്ങൾ ആ ദൈവത്തിന് ക്രിസ്തുവിൽ പരിപൂർണമായി നിങ്ങൾ കീഴടങ്ങുമ്പോ
ആ കിഴങ്ങിന്റെ അളവ് 30, 60, 100 മേനിയൊക്കെ ആയിട്ട് പലതുണ്ട്. അതിൽ താന്നു പോയാൽ ഒരു പക്ഷെ കയറ്റത്തില്ലായിരിക്കാം. ശ്രദ്ധിച്ചാട്ടെ, ഇതാ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് നാം പിശാചിനെ ന്യായം വിധിക്കുന്നത്. ഇവിടെയാണ് നാം പിശാചിനെ തീപ്പൊയ്കയിലേക്ക് എടുത്ത് കളയുവാൻ തക്കവണ്ണം ദൈവം വിധിച്ച വിധി അവന്റെ മേൽ നടപ്പിലാക്കുന്നു. മനസ്സിലാക്കുന്നുണ്ടോ സഹോദരങ്ങളെ? അപ്പൊ ഇത് പിശാചിന് നന്നായിട്ട് അറിയാം. ഇതുകൊണ്ടാണ് പറയുന്നത്, ഇനി അധിക സമയമില്ല എന്ന് അറിഞ്ഞ് പിശാച് അതിക്രോധത്തോടെ. അപ്പൊ ഇനി തനിക്ക് അധിക സമയമില്ല എന്ന് ആർക്കറിയാം? അധിക സമയമില്ല എന്ന് പിശാചിന് അറിയാം. ഹല്ലേലൂയ. അപ്പൊ സമയത്തെ കുറിച്ച് വ്യക്തമായ ബോധമുള്ള വ്യക്തിയാണ് പിശാച്. ഓ ലോർഡ്, ഐ ലവ് യു. ഓ ഫാദർ. വെളിപ്പാട് 12:12 വായിച്ചേ. പിശാചിന് സമയത്തെ കുറിച്ചുള്ള ബോധത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഓൾറെഡി ഒരു ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. സമയത്തെ കുറിച്ചുള്ള ബോധം. ഹല്ലേലൂയ. വായിച്ചേ 12:12. 12:12. സോറി. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവനുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ ശിക്ഷ നടപ്പിലാകാൻ പോവുക. കാരണം എന്നറിയാമോ? അതിന്റെ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്നു, അവർ അവന് കുഞ്ഞാടിന്റെ രക്തത്താല് തങ്ങളുടെ സാക്ഷ്യ വചനത്താലും ജയിച്ചു. ആര്? മനുഷ്യർ. അതിന്റെ അർത്ഥം അവരുടെ അനുസരണം തികഞ്ഞു. അനുസരണം തികഞ്ഞു. അനുസരണം തികഞ്ഞു വരുമ്പോ എന്ത് സംഭവിക്കും? പിശാചിന്റെ ന്യായവിധി നടപ്പിലാകുകയാണ്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഇനി അല്പസമയം ഉള്ളൂ എന്ന് പിശാചിന് അറിയാം. അറിഞ്ഞുകൊണ്ട് ഇതാ അവൻ കടന്നു വരികയാണ്. എന്നാൽ യേശുവിന്റെ സമയം, യേശു കർത്താവ് വന്ന സമയമില്ലേ, അന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കുക, ഒരു അസൈൻമെന്റാ. അന്ന് പിശാച് പറഞ്ഞ എന്നാന്നറിയാമോ? ഓർക്കുന്നുണ്ടോ? സമയത്തെ കുറിച്ച് ഒന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് അടുത്ത ആളോട് പറഞ്ഞു. അന്ന് പിശാച് പറഞ്ഞ എന്താ? പിശാചിന് അറിയാം ഇത് ആരാ വന്നേക്കണെന്ന്. പിശാച് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്നൊക്കെ പറഞ്ഞ പിശാച് പറഞ്ഞൊരു കാര്യം അറിയാം. അപ്പൊ പിശാചിന് അറിയാം ഈ വന്നേക്കണ ആരാ? ദൈവത്തിന്റെ പുത്രനാ. ഓക്കെ. പിശാച് പറയുന്ന ഒരു കാര്യം എന്നാന്നറിയാമോ? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നേക്കുവാ. എന്തിനു മുമ്പേ? അപ്പൊ പിശാചിന് സമയത്തെ കുറിച്ച് നല്ല ബോധമുണ്ട്. സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ സമയമുണ്ട്, ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ. പക്ഷെ സമയത്തിന് മുമ്പേ ഞങ്ങളുടെ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ അവന് സമയത്തെ കുറിച്ച് നല്ല ബോധമുണ്ടെങ്കിൽ നമുക്ക് സമയത്തെ കുറിച്ച് ബോധം വേണ്ട സഹോദരങ്ങളെ. ദൈവം നമ്മളോട് പറയുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കാം. തക്കത്തിൽ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരണം. അതാണ് ഫലം. അതാണ് ഫലം. അതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ അതാണ് ഫലം. അപ്പൊ ഈ നാളുകളിൽ ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രങ്ങളിൽ വീണുപോകരുത്. 1. ഹല്ലേലൂയ. 2, ദൈവരാജ്യം നമുക്ക് തന്നതാണ്, പക്ഷെ നമുക്ക് തിരിച്ചെടുക്കും എപ്പോ? ഫലം കൊടുത്തില്ല എങ്കിൽ. അതുകൊണ്ട് നാം എന്തായിരിക്കണം? ഫലം കൊടുക്കുന്നവർ ആയിരിക്കണം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവിനെ ബഹുമാനിക്കണം. കർത്താവ് യേശുവിനെ പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ കർത്താവിനെ ബഹുമാനിക്കണം. രാജാക്കന്മാരെ, അത് മാത്രമല്ല, അത് സ്വർഗീയ മാനേജ്മെന്റ് ടീം, ഭൂമിയിലെ രാജാക്കന്മാരെ, ഭരണാധികാരികളെ, ഭൂമിയിൽ നമുക്ക് മുകളിൽ ദൈവം വെച്ചിട്ടുള്ള എല്ലാ കർത്തൃത്വങ്ങളെയും ബഹുമാനിക്കണം. അധികാരത്തിന് കീഴ്പ്പെടുന്നത് ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത്. കാരണം അവൻ ദൈവിക വ്യവസ്ഥയാണ് ബഹുമാനിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എല്ലാം ഈ വചനം എന്തു പറയുന്നു അതേപോലെ പോകട്ടെ. ഇതിന്റെ മുകളിലേക്ക് ഇതിനോടൊന്ന് കൂട്ടാനും പോകണ്ട, ഇതിനോടൊന്ന് കുറയ്ക്കാനും പോകണ്ട. ആസ് ഇറ്റ് ഈസ്. നിങ്ങൾ പറഞ്ഞത് അത് അങ്ങനെയല്ല, തെറ്റാണെന്ന് ഒരു വ്യക്തി ഇതാ ഡയറക്റ്റ് വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ ഉടനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തയ്യാറായിരിക്കുക. അങ്ങനെ ഓരോ നിമിഷവും നമുക്കിവിടെ നിൽക്കുന്ന നഗരങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടത്തെ പ്രത്യാശിക്കുന്നില്ല. ഏത് സമയം ഇവിടെ വിട്ടുപോകാൻ തയ്യാറായിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ആയിരിക്കുക. ഏത് സമയം ദൈവം നമ്മളെ ഒരുക്കുന്ന ആ നല്ല ദൈവത്തിന്റെ അടുക്കലേക്ക്, നമുക്ക് ആ പപ്പയുടെ അടുക്കലേക്ക്, ക്രിസ്തുവിൽ നമുക്ക് ചേരാം. ഞാൻ ചിന്തിക്കുന്നു ദൈവം നിങ്ങളെ ഏവരോട് സംസാരിച്ചു. ഇതെന്തോ സംഭവം? ലോകസ്ഥാപനം മുതൽ മറഞ്ഞു കിടന്ന ഗൂഢമായിരുന്ന കാര്യമാണ് കർത്താവ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പൊ ഇതെന്തിനാ അറിയിക്കുന്നത്? സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അതുകൊണ്ട് നമുക്ക് സത്യ താല്പര്യരായിരിക്കാം. ഡിനോമിനേറ്റീവ് താല്പര്യരോ മത താല്പര്യരോ ആയവരൊക്കെ അത് മാറിയിട്ട് സത്യ താല്പര്യരാ. കർത്താവ് പറഞ്ഞു, സത്യ താല്പര്യരായവരോ
എന്റെ വാക്ക് കേൾക്കുന്നു. ഞാൻ വന്നതോ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. സത്യം സത്യം സത്യം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് സ്വർഗീയ പിതാവുമായി ക്രിസ്തുവിൽ ഒന്നായി തീരാം. അങ്ങനെ ദൈവത്തിന്റെ ഒരു പാർട്ടായി ക്രിസ്തുവിൽ മാറാം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മാറിൽ നമുക്ക് അണയാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വചനപ്രകാരം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. We thank you, Father. We thank you, Lord. Hallelujah. Hallelujah. നന്ദി ഹൃദയത്തോടെ ഇതിന് സ്തോത്രം ചെയ്യാം. Father, we thank you. Hallelujah. ഇപ്പോ എല്ലാ ദൈവമക്കളും താഴ്മയോടെ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് എന്താ ഞാൻ കേട്ടത്, എന്ത് ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ഒന്ന്, എന്റെ ദൈവം എന്നോട് പറഞ്ഞു, സാത്താൻ നിന്നെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നീ അറിയണം. എന്താണ് അവന്റെ തന്ത്രം? എന്താണ് അതിന്റെ ഉദ്ദേശം? അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യർ അറിയരുത്, മനുഷ്യനെ അതിനാൽ പാപത്തിൽ കൊടുക്കണം, അതുവഴി തന്റെ അധികാരം തനിക്ക് നിലനിർത്താം. തുടർന്ന് ദൈവം എന്താ പറഞ്ഞത്? ദൈവരാജ്യം നിങ്ങൾക്ക് തന്നതാ, പക്ഷെ തിരിച്ചെടുക്കും. എപ്പോ? ഫലം കൊടുക്കുന്നില്ല എങ്കിൽ. അത് ഫലം കൊടുക്കുന്നവർക്ക് കൊടുക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അനുസരണക്കേടിൽ പിടിക്കപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ അനുസരണക്കേടിൽ ഇപ്പോൾ വ്യാപരിപ്പിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അവന്റെ സ്വഭാവമാണ് എനിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? ക്രിസ്തുവിലൂടെ അനുസരണം പഠിക്കണം. അനുസരണം പഠിച്ച് ഞാൻ തികഞ്ഞവനാകണം. എന്നിട്ട് എന്റെ അനുസരണം തികഞ്ഞു വരുമ്പോൾ ദൈവം സർവ്വ അനുസരണം കേട്ട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുക. പിശാചിന്റെ ശിക്ഷ അതിലൂടെ നടപ്പിലാക്കുക. കർത്താവേ, എനിക്ക് മനസ്സിലായത് ഇതാണ്, ഇനിയും എനിക്ക് മനസ്സിലാക്കി തരണമേ. എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോരുത്തരും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, കർത്താവദാസൻ പാസ്റ്റർ സെൽവരാജ് തിരുവനന്തപുരം ഇപ്പോ ദൈവസന്നിധിയില് ഈ ജനങ്ങളെ വഹിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. അൺമ്യൂട്ട് ചെയ്താണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് പകൽകാലം ലോകസ്ഥാപനം മുതൽ മറഞ്ഞുകിടന്ന മർമ്മം അങ്ങയുടെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് അങ്ങയുടെ മകനിലൂടെ വെളിപ്പെടുത്തി തന്ന ആ വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇത് എന്റെ കർത്താവെ, ഈ വെളിപ്പെട്ട് കിട്ടിയത് ഏറ്റവും വലിയ മുത്തായി തന്നെ കരുതി ഞങ്ങളത് സ്തോത്രം അവകാശമാക്കുവാൻ പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രനെ അനുസരിച്ച് അവകാശമാക്കുവാൻ അങ്ങ് കൃപ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇത് ഒരുകൂടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ഞങ്ങൾ ആരും ആയിത്തീരാതിരിപ്പാൻ തക്കവിധം പിതാവേ അങ്ങ് കാത്തുകൊള്ളണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിയന്ത്രിതരായി തീരുവാൻ പരിശുദ്ധ പിതാവ് അവിടുന്ന് കനിയണമേ. അങ്ങയുടെ പുത്രനെ അനുസരിപ്പാൻ ഞങ്ങളുടെ സകല അനുസരണക്കേടിൽ നിന്നും ഞങ്ങളെ രക്ഷിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മകനെ ഇന്ന് പകൽകാലം മറഞ്ഞിരുന്ന മർമ്മം വെളിപ്പെടുത്തുവാൻ പരിശുദ്ധ പിതാവിന് കൃപ തോന്നിയല്ലോ. നന്ദി പിതാവേ, നന്ദി. ഇനിയും പിതാവിന് ഹിതകരമാവണം ഞങ്ങൾക്ക് ആവശ്യമായ ഈ മർമ്മങ്ങളെ അങ്ങ് അറിയിക്കുമാറാകണമേ. ഞങ്ങൾ അനുഭവിച്ച ഈ ദൈവരാജ്യം അത് ഞങ്ങളിൽ നിന്ന് എടുത്തു കളയാതിരിപ്പാൻ തക്ക വിധം പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഫലമുള്ളവരായി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളെ ഫലമുള്ളവരായി തീർക്കണമേ. ഞങ്ങളെ ഫലമുള്ളവരായി തീർക്കണമേ. ഇന്ന് പകൽക്കാലം അങ്ങ് കേൾപ്പിച്ച ഈ വചനങ്ങൾ ഞങ്ങളിൽ 100 ഫലം തന്നെ ഉൾവാകുവാൻ പരിശുദ്ധ പിതാവ് സഹായിക്കും, കാക്കും, സൂക്ഷിക്കും. അങ്ങയുടെ മകനെ ഇനിയും
എന്റെ കർത്താവിന്റെ ഹിതപ്രകാരം അങ്ങ് നിർത്തി മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് സർവവും യേശു ക്രിസ്തു മൂലം സമർപ്പിക്കുന്നു. യാചന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. 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 പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ സന്ദേശം നമ്മൾ കേട്ടല്ലോ. ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ട വചനത്തിനനുസൃതമായി നയിക്കുക, നയിക്കപ്പെടുക, നടത്തുക. സത്യം നമ്മൾ അറിയുമ്പോൾ സത്യം നമ്മൾ എന്ത് ചെയ്യണം? സ്വതന്ത്രമാകണം. ഇത് വളരെ സന്തോഷകരമായ അവസ്ഥയാണ്. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് അവസ്ഥ കൂടിയുണ്ട്. സത്യം അറിഞ്ഞിട്ടും സത്യത്തിന് ചെവി കൊടുക്കാതെ സത്യത്തെ സ്നേഹിച്ച് സ്വീകരിക്കാതെ ഇരുന്നാൽ അവർ ബോഷ്ക്ക് വിശ്വസിക്കേണ്ടതിന് ദൈവം അവർക്ക് ബോഷ്കിന്റെ ആത്മാവിനെ അയക്കും. പിന്നെ ഒരിക്കലും അവർക്ക് തിരികെ വരാൻ കഴിയില്ല. പ്രിയ സഹോദരങ്ങളെ, സത്യം ദൈവം നമ്മളെ അറിയിച്ചു. ലോകസ്ഥാപനം മുതൽ ഗൂഢമായി കിടന്ന ദൈവം നമ്മളെ അറിയിച്ചു. കേട്ട വചനപ്രകാരം ഇതാ ബൈബിളിലൂടെ അതിനെ ഉറപ്പിച്ച് നിങ്ങളെ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോവുക. അധിക സമയമില്ല. നമ്മുടെ മൂക്കിലെ ശ്വാസം ഏത് സമയം വേണമെങ്കിലും പിൻവലിക്കപ്പെടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. എന്റെ പുറകെയല്ല, ക്രിസ്തുവിന്റെ പുറകെ കടന്നു പോവുക. അങ്ങനെ ദൈവവുമായി ഒന്നായി തീരുക. അങ്ങനെ നമുക്ക് ഒരുമിക്കാം. ക്രിസ്തുവിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാം. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. God be with you. ഒരു കാര്യം ഓർപ്പിക്കുക, കൂടുതൽ സന്ദേശങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നു പോകാനായിട്ട് ഏവരെയും ഓർപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. Praise the Lord.